കുഞ്ഞാറ്റ കാര്യം അറിഞ്ഞ് വിഷമമായി. കുഞ്ഞാറ്റ നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ട് അല്ലേ? നിങ്ങൾ ആരുടെ ഒപ്പമാണ് അമലിന്റെ ജിസ് വീഡിയോ ചോദിച്ചു. എന്നെ മോനെന്ന് ചോദിച്ചത്തേക്കും എൻ്റെ കയ്യിലോട്ട് ഫോൺ തന്നു. അപ്പൊ ഞാൻ ഫോണ് ചെവി വെക്കുകയും പൂ തെറിയാ അവളെ വിളിച്ചത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ചിരിക്കുന്നുണ്ടോ? പിന്നെ ചിരിക്കാതെ എന്നെ നോക്ക് ചിരിക്കാതെ നോക്കടി. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു പോന്ന് പതറി. ഇതിന് ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ എന്താവും, നമ്മൾ അത് കയറി ഇടപെടേണ്ട കാര്യമല്ല. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്മയും അച്ഛയും ഞാൻ ഇവരുടെ അടുത്ത് വരെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അച്ഛയുടെ അമ്മയുടെ അടുത്ത് ചുറ്റാണ്. കാരണം ആ സമയത്ത് എന്തുവാണ് എന്റെ മാനസികാവസ്ഥ ഒന്നും എനിക്ക് അറിയത്തില്ല. അവ വരാനായില്ലേ, അവൾക്ക് എന്താണ് ജോലി, നിങ്ങളെ ഒരുപാട് ഇഷ്ടം. ശരിയാ, വാവയുടെ കാര്യം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. വാവ എന്ത് ചെയ്യും, വാവയുടെ മെസ്സേജ് എന്നാ, അല്ലെ വാവയെ ഒന്നും അറിയുന്നില്ലല്ലോ, എന്താ നിങ്ങൾ സംസാരിക്കാത്ത? ഒന്നാമത്തെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് ഒരാളെ ഗിഫ്റ്റ് വിന്നറെ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾക്ക് ഇങ്ങനെ ഓടിച്ചത്, ഞാനിങ്ങനെ ഓടിക്കുവേ, ഞാൻ ഇങ്ങനെ ഏളിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് മേലോട്ടും ഇങ്ങോട്ട് താഴോട്ടും ഇങ്ങനെ ഓടിക്കും. അപ്പൊ നീ അതിന് നീ കണ്ണടച്ചിട്ട് വെക്കണേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞെട്ടിയില്ല, കുഞ്ചൂസ് പവറായി കേട്ടോ, ഭയങ്കര പവറായി. ഇത് ഞെട്ടിക്കാൻ വേണ്ടി ഒച്ച കൂട്ടി സംസാരിച്ചാണ്, പക്ഷെ കുഞ്ചൂസ് ഞെട്ടിയില്ല, ഒച്ച കൂടിയ. ഓക്കെ, അപ്പം കുറേ ദിവസമായിട്ട് ഒരു Q&A നമ്മുടെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഇനിയും ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് തല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ചീത്ത വിളിക്കൊണ്ട് നമ്മൾ പേടിച്ച് ഓടി വന്നതെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. ആമിച്ചൻ സ്കൂളിലോട്ട് പോയി. ലക്ഷ്മോളെ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്ന അടുത്ത ദിവസങ്ങളിലോട്ടൊക്കെ ആയിട്ട് അത് പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ മെയിൻ വീഡിയോ, ഇന്നത്തെ നമ്മുടെ ഇതിനകത്തൊരു Q&A ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ, ഒരാൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ വീഡിയോയുടെ എവിടെയായിരിക്കും സർപ്രൈസ് ഗിഫ്റ്റ് വിന്നറെ പറയുന്നത്. കാരണം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുമല്ലോ, എങ്ങനെയുണ്ട് ബുദ്ധി. ഓക്കെ, അപ്പൊ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞിട്ട്, ഓണത്തിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് വീണ്ടും ജോലിയിലൊക്കെ കയറി, പിള്ളേർ സ്കൂളിലൊക്കെ പോയി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി അല്ലേ? ഓക്കെ ആവുന്നു. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് മാറി. ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടാ, അങ്ങനെ പോകുന്നു. സന്തോഷം. അപ്പൊ ഇന്ന് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാം കംപ്ലീറ്റ് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നോ അതിനെല്ലാം മറുപടി തരാൻ വേണ്ടിയിട്ടാണ്. കണ്ടിട്ടില്ല, അപ്പൊ ലൈവായിട്ട് വായിച്ചു പോകാന്ന് വെച്ചേട്ടോ. കാരണം പ്രത്യേകിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ പ്ലാനിങ് ആയിപ്പോ, അല്ല പ്ലാനിങ് എന്നല്ല, ഓൾറെഡി നമ്മുടെ മനസ്സിൽ വരുമല്ലോ, എന്തൊക്കെ പറയണമെന്ന് ഓൾറെഡി ചിന്തിക്കുമല്ലോ. അത് അങ്ങനെയല്ല, നമുക്ക് ലൈവായിട്ട് നമ്മുടെ വെപ്പത്തെ Q&A സെക്ഷൻ അങ്ങനെയാണ്, നമ്മൾ ആ ലൈവിലായിട്ട് അങ്ങ് പറഞ്ഞു പോവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇന്നലെയൊക്കെ ഞാൻ ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഇത്തിരി ഹെവി ആയിട്ട് ചെയ്യുന്നുണ്ട്. കുഞ്ചൂസ് തന്നെ സ്പോൺസർ ചെയ്യുന്നത് കോമ്പറ്റീഷനൊക്കെ ഇറക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തീർത്ത് പറഞ്ഞില്ലേ, ഇറക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇല്ല, ഞാൻ തിരിച്ചു ഇല്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ജിമ്മ്. അപ്പൊ ഈ ദേഹത്തൊക്കെ ഇവിടെ ഇന്നലെ അടിച്ചതിന്റെ വർക്കൗട്ടിന്റെ നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ഒന്ന് മസാജ് ചെയ്ത് തരുമോ? യെസ്. അപ്പം അതെടുത്തിട്ടോ, ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചേക്കാം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അഗാരോയുടെ ആറ്റം പ്ലസ് ഹാൻഡ് ഹെൽഡ് ബോഡി മസാജർ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നെക്കാളും ഉപകാരം ഇവക്കും ആണ് കേട്ടോ. കാരണം ഇവക്കാണ് ഏറ്റവും കൂടുതൽ ബാക്ക് പെയിനും അതേപോലെ ബാക്കി പെയിനൊക്കെ ഉള്ളത്. കാലിന്റെ കാപ്സിന് എപ്പോഴും വേദനയാണ്, ഫീറ്റിന് എപ്പോഴും വേദനയാണ്. കാരണം കൂടുതൽ കടയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ ബാക്ക് നല്ല വേദനയാണ്. പിന്നെ ഇവിടെ ഇടിച്ച് വീണതിന്റെ ഒക്കെ അതിവിടെ ആ ഒരു ചതവുള്ളതിന്റെ ആ ഒരു ചതവൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ മേടിച്ച് പോയി യൂസ് ചെയ്ത് വരുന്നു. അപ്പം അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞുതരാം, എന്നാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. രണ്ടുപേരോട് ഇരുന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവൂല. പിന്നെ ഇവിടെ തന്നെ ദേഹത്ത് ഉപയോഗിച്ചാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ അങ്ങോട്ടും ചെയ്ത് കൊടുക്കാവേ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. അപ്പൊ അക്കാരോടെ ഈ ബോഡി മസാജർ മേടിച്ചിട്ട് ഏകദേശം 1 വീക്കോളം ആയി കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നല്ല കംഫർട്ടാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതിന്റെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം ചുമ്മാ മേടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കുറെ ഹെഡ്സ് ഉണ്ട്, അതേപോലെ പ്രൊട്ടക്റ്റീവ് മെഷ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്, ഓരോ ഹെഡിനും ഓരോ പർപ്പസ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ ക്ലീനിങ് കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പം കുഞ്ചൂസിനെ കൊണ്ടാണ് ഞാൻ മസാജ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മസാജ് ചെയ്ത് കൊടുക്കാനും പറ്റും. അതുപോലെ അതായത് മസിൽ പെയിൻ അങ്ങനത്തെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഡെഫിനറ്റ്ലി ഇത് മേടിച്ചിരിക്കണം ഒരു വീട്ടിൽ. അപ്പം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം
പറഞ്ഞുതരാം. ഇത് മസാജിങ് ഹെഡ്സ് എല്ലാം ഇടുന്ന ഇവിടെ 4 മസാജിങ് ഹെഡ്സും ഒരു പ്രൊട്ടക്റ്റീവ് മെഷും ആണ് കേട്ടോ ഇവിടെ വരുന്നത്. നമുക്ക് ഇവിടെ പവർ സ്വിച്ചും അതേപോലെ സ്പീഡ് നോബും ആണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ വരുന്നത്. ഇത് സ്പീഡ് വേണം നമുക്ക് ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ മെയിൻ ബോഡി നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, ഒത്തിരി ഹെവി ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. അതേപോലെ എർഗോണോമിക് ഹാൻഡിലാണ് കേട്ടോ. നമുക്ക് വേണ്ട വിരലെല്ലാം ഈസി ആയിട്ട് ഇതിനകത്ത് വെക്കാവുന്ന രീതിയിലുള്ള ഹാൻഡിലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. ആദ്യത്തെ മസാജ് ഹെഡ് ഫ്ലാറ്റ് മസാജ് ഹെഡ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഫുൾ ബോഡി, അതായത് ഹോൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് വേവി മസാജ് ഹെഡ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഷോൾഡറിലും ആംസിലും ബാക്കിലും ഫീറ്റിലും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അടുത്ത ഹെഡ് ബോൾ മസാജ് ഹെഡ് ആണ് കേട്ടോ. ഇത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫീറ്റിലും കാഫ്സിലും ആംസിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ഹെഡാണ് തായ്ചി മസാജ് ഹെഡ്. ഇത് തായ്ചി മസാജ് എല്ലാവർക്കും അറിയാമായിരിക്കും. അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ആ സെയിം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെഡാണ് കേട്ടോ ഇത്. ഈ പ്രൊട്ടക്റ്റീവ് മെഷ് കവർ ഉപയോഗിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ഹെഡ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹെയറി ബോഡി ആണെങ്കിൽ മുടിയൊക്കെ ടാങ്കിൾ ചെയ്യാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഇത് ഒരു സ്മൂത്ത് ഫീലും നമുക്ക് തരുന്നുണ്ട്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഫീലാണ്, നല്ല കംഫർട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രൊട്ടക്റ്റീവ് മെഷ് കവർ. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് മെയിൻ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ നോബ് സ്വിച്ച് ഓൺ ചെയ്യണം. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് വേണം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു മസാജർ 15 മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം ടേൺ ഓഫ് ചെയ്തിട്ട് പവർ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ക്ലീനും ചെയ്ത് വെക്കണേ. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പ്രഗ്നന്റ് വുമൻസ് ഇത് യൂസ് ചെയ്യല്, അതേപോലെ നമുക്ക് വൂണ്ടോ സ്കിൻ ഇൻഫ്ലമേഷനോ സ്കിൻ ഡിസീസോ ഹെയർ ഡിസീസോ ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കല്. അതേപോലെ നമ്മൾ 1 മണിക്കൂറേ ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ബാത്റൂമിൽ ഉപയോഗിക്കല്, മോയ്സ്ചർ ഉള്ള പ്ലേസസിൽ ഉപയോഗിക്കല്. അതേപോലെ ഈ പ്രൊഡക്റ്റിനകത്ത് വെള്ളമോ ലിക്വിഡോ ഒന്നും കയറാൻ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മസാജർ നമ്മൾ സെൻസിറ്റീവ് ഏരിയാസ് ആയിട്ടുള്ള, അതായത് കണ്ണിലോ നെക്കിലോ ത്രോട്ടിലോ ബോഡി ഏരിയാസിലോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. അവ എപ്പോഴും വൃത്തിയാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ മസാജർ ടേൺ ഓഫ് ചെയ്തിരിക്കണം. അതേപോലെ പവർ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ആയിരിക്കണം. പിന്നെ നല്ലപോലെ ഇത് തുടച്ചെടുക്കാം കേട്ടോ. അതായത് ഇതിനകത്ത് വെള്ളം പോകാത്ത രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ മസാജിങ് ഹെഡ്സും ക്ലീൻ ആക്കി അത് ഉണങ്ങിയതിന് ശേഷം മാത്രം തിരിച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓരോ ഡിറ്റാച്ചിങ് പാർട്സും വൃത്തിയാക്കുമ്പോഴത്തേക്കും സ്പോഞ്ച് ഉപയോഗിച്ചോ അതായത് സോഫ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ചോ സോപ്പി വാട്ടർ ഉപയോഗിച്ചോ നമുക്ക് കഴുകാം. പക്ഷേ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമേ തിരിച്ച് ഇതിൽ അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഓടിപ്പോയിട്ട് മേടിച്ചോ, അത്ര ഉപകാരമുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കി Q&A സെക്ഷനിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ Q&A സെക്ഷനിലോട്ട് പോകാം കേട്ടോ. അതായത് അത്യാവശ്യം ചൂടുണ്ട്. AC ഇട്ടാൽ പോലും ഇവിടെ ചൂടാട്ടോ. ചങ്ങനാശ്ശേരി അതികഠിനമായിട്ടുള്ള ചൂടാണ്. പക്ഷെ മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്. എന്നാലും പക്ഷെ ഭയങ്കര ചൂടാട്ടോ. ഫാൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് AC ഇട്ടാൽ ഫാൻ ഇട്ടോണ്ടിരിക്കും. അല്ല വണ്ടിയിൽ പോലെ ഓടുന്ന ഞാൻ ഫാൻ ഇട്ടിട്ടാ ഇത് ഇട്ടാലും ഫാൻ ഇട്ടിട്ടേ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കത്തില്ല, അതുകൊണ്ടാണ് ഫാൻ നിർത്തിയിട്ടേക്കുന്നത്. ഓക്കെ, ഞാൻ വേർത്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഇനി ഫുള്ള് നനഞ്ഞോണ്ടിരിക്കുക. ഓക്കെ, നമുക്കപ്പോ നമ്മുടെ Q&A സെക്ഷനിലോട്ട് പോവാം. 48 കേട്ടോ. 48 ക്വസ്റ്റ്യൻസ് ആകെ വന്നിട്ടുള്ളൂ. എന്നാന്ന് പണ്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതായിരുന്നു. ഇപ്പൊ ക്വസ്റ്റ്യൻസ് കുറവാണ്. ഒന്നാമത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അധികം ആളുകളിലോട്ട് എത്തുന്നില്ല. പണ്ട് സ്ഥിരമായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. അപ്പം എന്തായാലും 48 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മൊത്തം നമുക്കൊന്ന് വായിക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ വീണാക്കണാണ് ചേച്ചിയാണ് കേട്ടോ. സ്ഥിരം കമന്റ്സ് ഒക്കെ ഇടുന്നതാണ്. ഒത്തിരി സന്തോഷം. ആദ്യ വീഡിയോ മുതൽ കൂടെയുള്ള ആളാണ് ഞാൻ. ഉറപ്പായിട്ട് നമുക്ക് അറിയാം കേട്ടോ. ഇപ്പൊ കമന്റ് ഇടാൻ പറ്റാറില്ല. നിങ്ങളുടെ ഓരോ ഉയർച്ചകൾ കാണുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട്. വീടെന്ന സ്വപ്നം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? രണ്ടും പറയും. വീടെന്നതാണ് നമുക്ക് പ്രൈമറി ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സ്വപ്നം. രണ്ടാമത്തെ സ്വപ്നം നമ്മുടെ മക്കളെ ഒന്ന് ലെവലിൽ എത്തിക്കുക, അതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രൊഫഷനിലോട്ടൊക്കെ എത്തുക. ബിസിനസ് നല്ല രീതിയിൽ നല്ല ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കണം. ബിസിനസ് കൂടാതെ പുതിയൊരു ഇതും കൂടെ ചെയ്യണം ആഗ്രഹമുണ്ട്. സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല ഒരിക്കലും നമുക്ക് ഇപ്പൊ എന്നാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ പറയുള്ളൂ. കാരണം അത് ഞാൻ തന്നെ എടുത്തൊരു എന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാം വെട്ടി തുറന്ന് ഇങ്ങനെ പറയുക. പക്ഷെ അത് ഒരിക്കലും ശരിയല്ലെന്ന് എനിക്ക് ഇപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴും അങ്ങനെ ആലോചിക്കാറുണ്ട്. എന്തിനു ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണല്ലോ എന്ന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെയില്ല. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് കുറച്ചൊക്കെ ലൈഫിൽ സീക്രട്ട് പാലിക്കണം എന്നുള്ള സത്യമാണ്. നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് പലരും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ പ്രൈവസി നമ്മുടെ ലൈഫിൽ വേണം. കംപ്ലീറ്റ് ഒരു തുറന്ന പുസ്തകം ആകാൻ പാടില്ല എന്ന്
ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ വ്ളോഗിലാണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെയിലി വീഡിയോ ഇല്ല അതൊക്കെ അങ്ങനെയുള്ള ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പം ചേച്ചി സ്വപ്നം ഒരുപാടുണ്ട്. മെയിൻ സ്വപ്നം വീടാണ്. രണ്ടാമത് കുഞ്ഞുങ്ങളിലെ ഒരാളെങ്കിലും അവരുടെ ആഗ്രഹം, നമ്മുടെ ഒരു ആഗ്രഹമാണ് ഒരാളെ ഡോക്ടർ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം. പക്ഷെ അത് അവരുടെ എന്താണോ, അവർക്ക് രണ്ടുപേരിൽ എന്താണോ ആഗ്രഹം അത് നമ്മൾ എന്തുമായാലും അതിനെ കൂട്ടി നിൽക്കുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അവരെയും പഠിപ്പിച്ച് അതൊക്കെ ആക്കണമെന്ന് കേട്ടോ. അതാണ് വലിയ സ്വപ്നങ്ങൾ. വിദ്യാഭ്യാസം നമ്മളെ കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും വിദ്യാഭ്യാസം കൊടുക്കാന്നുള്ളത്. ഇപ്പൊ തന്നെ നമ്മള് അവർക്ക് ചെയ്യേണ്ട, അവർക്ക് എത്ര ബെറ്റർ ആക്കാവോ. പൈസ നമ്മൾ കടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും നോക്കാറില്ല. അവർക്ക് എത്ര ബെറ്റർ കൊടുക്കാവോ അതിന്റെ അപ്പുറം നമ്മൾ മാക്സിമം രണ്ടുപേരും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ റിസൾട്ടും ഉണ്ട് കേട്ടോ. അതിനകത്ത് ഒത്തിരി സന്തോഷം. പിന്നെ അടുത്ത രമ്യ എസ്, ഹായ് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. സുഖമാണോ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും നല്ല ഭംഗി വെച്ചിട്ടുണ്ട്. അയ്യോ സന്തോഷം, മനസ്സിലെ സന്തോഷം മുഖത്തും കാണാനുണ്ട്. ഇങ്ങനെ ഹാപ്പിയായി മുന്നോട്ട് പോകട്ടെ. ഉറപ്പായിട്ടും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒരുപാട് സന്തോഷം. ചേച്ചിയും സുഖമായിട്ടിരിക്കുന്നു, സുന്ദരിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ആള് തഹദ് അബ്ഷി എന്നാണ് തോന്നുന്നു കേട്ടോ. 3563 അപ്പു കുഞ്ചൂസ്, നിങ്ങളുടെ വീഡിയോ കാണുന്നത് തന്നെ മനസ്സിനൊരു പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന മൈ ലക്കി ഫാമിലി. താങ്ക് യു സോ മച്ച് ചേച്ചി. ഒത്തിരി സന്തോഷം. ആതിര BP 791, ഹായ് അപ്പു കുഞ്ചു, സുഖാണോ? എനിക്ക് ചോദിക്കാനുള്ളത്, യൂട്യൂബ് തുടങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെയുള്ള നിങ്ങളുടെ യാത്രയിൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നറിയാം. ഈ സമയത്തൊക്കെ ആരായിരുന്നു ഒരു സ്ട്രെങ്ത് ആയി കൂടെ ഉണ്ടായിരുന്നത്? സ്ട്രെങ്ത് ആയിട്ട് ഇവള് കൂടെ ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അതെ, കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന നിമിഷം ഉണ്ടായിരുന്നു. നമ്മള് ഡിപ്രഷന്റെ സ്റ്റേജ് അല്ലെങ്കിൽ എന്തോ നമുക്ക് അറിയത്തില്ല, എനിക്കറിയത്തില്ല സത്യമായിട്ട്. ഞാൻ അതൊന്നും ഫേസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെ അത്രയും സിവിയർ ആയിട്ടൊന്നും എന്തോ നമ്മളിങ്ങനെ വേറൊരു അന്തരീക്ഷത്തിലോട്ടോ വേറൊരു കണ്ടീഷനിലോട്ടോ പോകുന്നൊന്നും ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സപ്പോർട്ടായിട്ട് ഇവളുടെ സപ്പോർട്ട്. ഇവള് അന്ന് ഭയങ്കര മെന്റലി വീക്ക് ആള്. അവൾ ഓൾറെഡി വീക്ക് ആയിട്ടിരിക്കുമ്പോഴും അവൾ എന്നെ സ്ട്രോങ് ആകാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നു, പക്ഷെ ഞാൻ ഭയങ്കര വീക്കായി പോയ നിമിഷങ്ങളുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഇന്നിപ്പോ ചിരിച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഞാൻ എന്തിനാ കരയുന്നതെന്ന് പോലും അറിയാത്ത നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ എനിക്ക് സ്ട്രോങ് ആയിട്ട് നിന്ന് ഇവിടെ അമ്മയും അച്ഛയും ഞാൻ അവരുടെ അടുത്ത് വരെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അച്ഛയുടെ അമ്മയുടെ അടുത്ത് ചുറ്റാണ്. കാരണം ആ സമയത്ത് എന്തുവാണ് എന്റെ മാനസികാവസ്ഥ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ആ സമയത്ത് അവരെന്നെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചാണെങ്കിലും അവരെന്നെ ഓക്കെ ആക്കി. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വാവയുണ്ട്, സംസാരിക്കാനും അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആക്കി എന്നെ എടുത്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കേട്ടോ, ഞാൻ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അവക്ക് ഞാനും ഇതായിരുന്നു പല ഘട്ടങ്ങളിലും. അതുപോലെ ഇവരെല്ലാവരും കേട്ടോ. അതെ, ഇടയ്ക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്തോ വലിയൊരു സർപ്രൈസ്. ഇഷാമം ലണ്ടൻ ചേച്ചി ഹായ്. ഇടയ്ക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്തോ ഒരു വലിയ സർപ്രൈസ് വരുന്നുണ്ട്. എന്തായിരുന്നു അത് ആക്ച്വലി ഇപ്പൊ പറയാൻ ടൈം ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു ഒരു 5 മാസം കൂടി എന്തായാലും അത് ടൈം എടുക്കും അല്ലെ, ഒരു 5-6 മാസം കൂടെ എടുക്കുമായിരിക്കും ഒന്ന് കൺഫേം ആയിട്ട് നിങ്ങൾ എടുത്ത് പറയാൻ വേണ്ടിട്ട്. അതുകൊണ്ടാണ് അത് ഇതുവരെ പറയാത്തത്. പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് വിചാരിക്കും. അതെ, ഒരു പൂർണ്ണതയിൽ എത്തിയിട്ട് പറയാം എന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, ജീവിതത്തിൽ എടുത്ത ഒരു വലിയ തെറ്റായ തീരുമാനം എക്സെപ്റ്റ് ഫാമിലി പ്രോബ്ലം. ഒരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനം പെട്ടെന്ന് മനസ്സിലോട്ട് വരുമ്പോൾ, തെറ്റായിട്ടുള്ള തീരുമാനം കുറെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യമാണേലും പെറ്റ് സ്റ്റോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതിന് ഇപ്പം അഡ്വാൻസ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു, കാരണം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ തെറ്റായിട്ടുള്ള തീരുമാനം എന്നാ? തെറ്റായിട്ടുള്ള തീരുമാനം വേറെ എന്താ? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയാം. ഇച്ചിരി ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള കാര്യമാണ്. അച്ഛനാണ് രണ്ടാമത്തെ ഒരു ബേബി സ്റ്റോർ അല്ലെങ്കിൽ മറ്റേണ്ടി സ്റ്റോർ എന്ന് പറഞ്ഞാൽ തെറ്റാന്നല്ല, ഇച്ചിരി ആലോചിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒന്നെങ്കിൽ നമ്മൾ ഇരിക്കുന്ന അതായത് നമ്മുടെ ആമീസോൾ എന്നുള്ള ബേബി സ്റ്റോർ ഇച്ചിരി കൂടെ ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന പൊസിഷനിൽ നമുക്ക് അവിടെ ഇരുന്നോണ്ട് തന്നെ അത് ഇച്ചിരി വളർത്താൻ പറ്റുമായിരുന്നു. അതിന് വരെ അച്ഛൻ പെട്ടെന്ന് പോയി കണ്ടാണ് ഷട്ടർ. അതായത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എടുത്തിട്ട് ഒത്തിരി കൂടുതലാണ്. ഇവർക്ക് ആ ടൈമിൽ മറ്റൊരു ടിക്കറ്റ് ഓർഡേഴ്സ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കടയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ആവശ്യങ്ങളിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം പാർക്കിംഗ് ഇല്ല.
അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ പോലെ പാർക്കിംഗ് ഉള്ള എവിടെയെങ്കിലും കിട്ടുവാണ്. അപ്പൊ ഇങ്ങനെ അതുവഴി പോയപ്പോ കണ്ടൊരു ഷട്ടറാണ്. അപ്പം എന്റെ വിചാരം ഇവിടെ ഉള്ളവരാണെങ്കിലും അവിടെ വന്ന് ടൗണിൽ തന്നെ അതെ. അപ്പം അതൊരു എടുത്തുചാട്ടമായിരുന്നു, അതൊരു മോശമായിട്ടുള്ള തീരുമാനമാണെന്ന് 6 മാസം കൊണ്ട് അതിൽ നമുക്ക് അത്യാവശ്യം ലോണാണ്, നമ്മൾ അടച്ചു പോകാൻ പറ്റുന്നുണ്ട് ദിവസം. പക്ഷെ അത് നമുക്ക് ഒഴിവാക്കായിരുന്നു അത് ഒഴിവാക്കായിരുന്നു സത്യം. പക്ഷെ എങ്കിലും നമ്മളത് ഒത്തിരി പറയാനും പറ്റുമല്ല, കാരണം ഇൻ കേസ് അത് സക്സസ് ആയി പോയിരുന്നെങ്കിലോ. കാരണം പക്ഷെ അവിടെ അല്ലെങ്കിൽ ഒരു പക്ഷെ നല്ലോണം സക്സസ് ആയി. അതുപോലെ എല്ലാവർക്കും ഇപ്പോഴും എല്ലാരും പറയാറുണ്ട് അതുപോലെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഷോപ്പ്. എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അതൊന്നും അയ്യോ അത് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ചിരിക്കാതെ ആ ഇന്റീരിയർ എല്ലാം നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും പൈസ നഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാല് എന്തായി പണിക്കൂലിയൊക്കെ പോയിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ കടയിലോട്ട് തന്നെ തിരിച്ചു കയറ്റി. പിന്നെ ലോൺ എടുത്തതിനകത്ത് അന്നേരം അമ്മയ്ക്ക് വയ്യാഴിയുടെ കിണറ് കുത്തി, പിന്നെ സ്ഥലം മേടിച്ചതിനകത്ത് കുറച്ച് കൊടുത്തു. അതൊക്കെ കേട്ടോ കടയുടെ നമ്മൾ ഒത്തിരി അങ്ങോട്ടല്ലാത്ത ലോൺ ഇല്ല. ഓക്കെ, അതായത് തെറ്റായിട്ടുള്ള തീരുമാനം. പിന്നെ വീട് പണി അപ്ഡേറ്റ്സ് അതും കഴിഞ്ഞിട്ട് ഫിനിഷ് ആയിട്ട് പറയാം. കാരണം പൂർണ്ണതയിൽ എത്തിയിട്ട് എന്ത് കാര്യം പറയുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഒന്നും സംസാരിക്കാത്ത കേട്ടോ. ഓക്കെ ചേച്ചി. അടുത്തത് ശ്രുതി സുരേഷ് 571. ആദ്യം മുതൽ നിങ്ങൾക്കൊപ്പം കൂടിയ ഒരാളാണ് ഞാൻ. താങ്ക് യു. ഉയർച്ചയും താഴ്ചയും കണ്ടു. ഇനി ഉയർച്ച മാത്രം ഉണ്ടാവട്ടെ. അപ്പൂനും ഫാമിലിക്കും വീട് എത്രയും പെട്ടെന്ന് വെച്ച് താമസമാകാൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഉറപ്പായിട്ടും പ്രാർത്ഥന ഇറക്കുന്നതിന് ഒത്തിരി 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 നന്ദി. ഉയർച്ച മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുറച്ചൊക്കെ താഴ്ച ഉണ്ടാവും, പിന്നെ ഉയർച്ച ഉണ്ടാവും, പിന്നെ ഇച്ചിരി കൂടെ അതെ. അങ്ങനെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും പോകുന്നത്. അതെ, ഇപ്പോഴും നമ്മൾ ഇത്തിരി കട്ടറിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതൽ ശക്തി ഉണ്ടാകുന്നത്. എല്ലാം പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ഇതുണ്ടാവില്ല പറയുന്നത്. അതുപോലെയാണ് എല്ലാം മനസ്സിലാക്കി ഇന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കി മുന്നോട്ട് എല്ലാ പാഠങ്ങളും ഉൾക്കൊള്ളുകൊണ്ട് നല്ല ഉന്നതയിലെത്താൻ വേണ്ടിയിട്ട്. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കുഞ്ഞിനെ ചേർക്കാൻ വേണ്ടി ഇരുന്ന ആ ഒരു കറക്റ്റ് എമൗണ്ട് നമ്മുടെ കയ്യിൽ ആയിട്ടില്ല. അപ്പൊ നാളത്തേക്ക് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു. നമ്മളും കുറെ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം അതിനിടയ്ക്ക് വണ്ടി സർവീസ് വന്നു, കുറെ കാര്യങ്ങൾ വന്നു. എല്ലാം ഓണം കഴിഞ്ഞുള്ളൂ. ആ പൈസ ഫുൾ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ കടയുള്ളത് കൊണ്ട് നമുക്ക് അതിലോട്ടായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ഇത്രയും നമ്മളൊരു ഫാമിലി ആയതുകൊണ്ട് ചിലവുകളുടെ കാര്യങ്ങളെല്ലാം എല്ലാ രീതിയിലും നല്ല രീതിയിൽ നമുക്കുണ്ട്. അപ്പം നമ്മൾ ഇത്തിരി സ്ട്രഗിളിലൂടെ പോയാലും മുന്നോട്ടൊരു വിജയം ഉണ്ടാവും. കാരണം എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് കട്ടയ്ക്കാണ് പോകുന്നത്, സ്നേഹിച്ച്. അതായത് പരിഭവങ്ങളും പരാതികളൊന്നും ഇല്ലാതെ മുന്നോട്ട് നല്ലപോലെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി ഉയർച്ച വേണം, ഒരു വീടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സന്തോഷം കേട്ടോ. അടുത്ത ആള് ഷഫീഖ്. വാവ വരാനായില്ലേ, അവൾക്ക് എന്താണ് ജോബ്, നിങ്ങളെ ഒരുപാട് ഇഷ്ടം. ശരിയാ, വാവയുടെ കാര്യം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. വാവ എന്ത് ചെയ്യും, വാവയുടെ മെസ്സേജ് തന്നെ അല്ലെ, വാവയെ ഒന്നും അറിയുന്നില്ലല്ലോ, എന്താ നിങ്ങൾ സംസാരിക്കാത്ത. ഒന്നാമത്തെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവള് വിളിക്കുന്ന ഒരു സമയം 8:30 to 9 മണി താമസിക്കാം. അപ്പൊ നമ്മളിവിടെ വീട്ടിലില്ല. പിന്നെ ഞങ്ങൾ വന്നിട്ട് കിടന്നതിന് ശേഷമായിരിക്കും അമ്മയെ വിളിക്കുക. അപ്പൊ അന്നേരവും നമ്മൾ ഇല്ല. പിന്നെ അമ്മയോട് സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം പിള്ളേരെ നമ്മൾ അവര് പറയും കഴിഞ്ഞ. അപ്പം വാവയുടെ അപ്ഡേറ്റ്സ് എന്താന്ന് വെച്ചാല് വാവ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഓണത്തിന് അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓണത്തിന് നമ്മൾ കടയിൽ വന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ ടൈം കിട്ടുമ്പോൾ അവളെ വീഡിയോ കോൾ ചെയ്ത് നമ്മൾ സംസാരിക്കും. കാരണം അവളും അവൈലബിൾ ആയിരിക്കണം, ഒരേ ടൈമിൽ 2 കൂട്ടരും അവൈലബിൾ ആയിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ വിളിക്കാറുണ്ട്, മെസ്സേജ് ഇടാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവളും തിരക്കാണ്. കാരണം അവൾ ഇത്തിരി നമ്മൾ പറഞ്ഞു ഞാനൊരു കാര്യം, ഞാൻ മെയിൻ ആയിട്ട് അവളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാതിരുന്നത് എന്താന്ന് വെച്ചാൽ അവള് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം വേറൊരാളും അറിയില്ല. അവൾക്ക് അങ്ങനത്തെ ഒരു നിർബന്ധമൊക്കെ ഉള്ള ആളാ. കാരണം അവൾ ഇത്തിരി നമ്മൾ ഇന്നാൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് പോകുന്നതെന്നൊക്കെ. പക്ഷെ അവൾക്കത് കാണുമ്പോൾ വിഷമമാണ്. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾ പോലും അറിയില്ലേ, നമ്മൾ പോലും അറിയില്ലേ. എടി ഞങ്ങൾ കുറച്ച് പൈസ ഇട്ട് തരാന്ന് പറഞ്ഞാൽ പോലും അല്ല വേണ്ട ചേട്ടായി. അങ്ങനെയാ അവളുടെ തുടക്കത്തില് അവളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാ. അപ്പം പിന്നെ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അവളുടെ വിശേഷങ്ങളൊന്നും പറയാത്ത. കാരണം ആൾ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾക്കൊരു ഒരു ബേസിക് സാലറി അങ്ങോട്ട് ആയിട്ടില്ല ഇതുവരെ. അവിടെ നല്ല വാടകയാണല്ലോ. അപ്പൊ ചെലവ് കഴിഞ്ഞു പോകാനുള്ളത് അവിടുന്ന് കിട്ടുന്നുള്ളൂ. ഇവിടെ എന്നാന്ന് വെച്ചാൽ ആൾക്കാരുടെയൊക്കെ വിചാരമേ അനിത്യ അവിടെയല്ലേ, ഗൾഫിലല്ലേ. അതായത് നിങ്ങളുടെ അറിയില്ല കേട്ടോ. ഇപ്പൊ പുറത്തുനിന്ന് നാട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ചോദിക്കുന്നത്
അവള് അയച്ചിരുന്നുണ്ടോ, പൈസയൊക്കെ അയച്ചിരുന്നുണ്ട്. നമുക്ക് അവളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയത്തുള്ളൂ. കാരണം അവിടെ പോയി നിന്ന് സ്ട്രഗിൾ ചെയ്ത് കയറി ഇന്ന് നല്ല ശമ്പളമൊക്കെ ആയവർക്ക് മനസ്സിലാവുള്ളൂ എത്ര സ്ട്രഗിൾ ചെയ്താലും. നമ്മളൊക്കെ അറിയത്തില്ല, എന്നാലും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കുറെ കഴിയുമ്പോഴായിരിക്കും നല്ല സാലറിയിലോട്ട് എത്തുന്നത്. ബാബുജി ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് അവളെ ഇറങ്ങി. കാരണം 2 വർഷമായിട്ട് അവര് ലീവ് സാങ്ഷൻ കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവൾ ഇറങ്ങി. അവൾക്ക് നാട്ടിൽ വരണമെന്ന് വലിയ ആഗ്രഹമാണ്, കുഞ്ഞുങ്ങളെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് ഏകദേശം ഒരു 3-4 മാസമായി വിട്ടു. അടുത്ത കമ്പനിയിൽ കയറി. അത് കമ്പനി എന്താന്ന് വെച്ചാല് അതായത് അവിടെയുള്ള നേഴ്സുമാരെ പുറത്തോട്ടുള്ള രാജ്യങ്ങളിലോട്ട്, ദുബായിൽ നിന്ന് പുറത്തോട്ട് രാജ്യങ്ങളിലോട്ട് പോകാൻ താല്പര്യമുള്ളവരെ അവര് റിക്രൂട്ട് ചെയ്ത് വിടുന്നു, നല്ല പൊസിഷനിലോട്ട് കയറ്റി വിടുന്നു. അതാണ് കമ്പനി. അതിനകത്ത് വാവച്ചി കഴിഞ്ഞ ഒരു 5 ദിവസം മുമ്പ് ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഡേ ആയിരുന്നു കേട്ടോ. ഫോട്ടോയുടെ സൈഡിൽ ഇട്ടേക്കാം, എംപ്ലോയി ഓഫ് ദി ഡേ ആയിരുന്നു. അപ്പൊ അവള് നല്ലപോലെ കഷ്ടപ്പെടുന്നതുകൊണ്ട് എല്ലാം നല്ലപോലെ നടക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ദുബായിലുള്ള ചേച്ചിമാർക്ക് പുറത്തോട്ട് ഏതെങ്കിലും കൺട്രീസിലോട്ട് പോകാനായിട്ട്, നേഴ്സായിട്ട് പോകാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നാട്ടിലുള്ളവരെയും കൊണ്ടുപോകും. വാവച്ചിയുടെ നമ്പരും ഡീറ്റെയിൽസും ആയിട്ട് ഇട്ടേക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോ, അവർക്ക് ബിസിനസ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അല്ലേ? നമുക്കത് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം വാവച്ചിയുടെ ജോബ് ഇപ്പൊ അതാണ്. അവൾ സുഖമായിട്ടിരിക്കുന്നു, നല്ല കുഞ്ഞായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് അവളുടെ ലൈഫ് കൊണ്ടുപോകുന്നു കേട്ടോ. കാരണം ഓട്ടമാണ് അവള്. അപ്പം അതിനിടയ്ക്ക് നമ്മൾ അവളെ ഒത്തിരി സമയമാണ് അവൾ അതിന് വന്ന് റെസ്റ്റ് എടുക്കുന്നത്. ആ സമയം നമ്മൾ ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട്, അവൾക്ക് ശല്യമല്ല, പക്ഷെ നമ്മളത് കണ്ടിട്ടാണ് പലപ്പോഴും വിളിക്കാതിരിക്കുന്നത്. അവൾ ഓക്കെയാണ്, കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ആനി മാത്യു G1P, ഹായ് ചേച്ചി, ആനി ചേച്ചി ഹായ്. അപ്പു സുഖമല്ലേ? ജാസ് ഇല്ലാത്തവർ കല്യാണം വിളിക്കാത്തതിൽ ഒരിക്കലും വിഷമിക്കരുത്. നമുക്ക് അങ്ങനത്തെ ഒരു വിഷമേ ഇല്ല കേട്ടോ. അതൊന്നും നമുക്ക് ഇത് ഓർക്കാൻ താല്പര്യമില്ലാത്ത കാര്യമാണ്. അവരെ ദൈവം നേരത്തെ മനസ്സിലാക്കി തന്നതിന് ദൈവത്തിനോട് നന്ദി പറയണം. കുഞ്ഞാറ്റ ഇച്ചായന്റെ കാര്യം പറഞ്ഞ് വിഷമമായി. കുഞ്ഞാറ്റ നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ട് അല്ലേ? നിങ്ങൾ ആരുടെ ഒപ്പമാണ് അമലിന്റെ ജിസ് വീഡിയോ? ഇതിപ്പോ നമ്മള് ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട സത്യം പറഞ്ഞ ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല ഒരു ഫാമിലിയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുക. ഒരു ഭാര്യ ഭർത്താവ് അവരൊരു തീരുമാനം എടുത്തു. നമ്മള് ആരുടെ കൂടെ ഒട്ടോന്ന് ചോദിച്ചാൽ കുഞ്ഞാറ്റയുടെ കൂടെ ഉറപ്പായിട്ടും നമ്മൾ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാറ്റയാണ് നമുക്ക് നല്ലപോലെ അറിയാം അവളെ. എന്താ നമ്മള് ഇതൊന്നും നമ്മൾ പറയാനായിട്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മളൊരു ഫാമിലി ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫാണ്. അതിൽ കയറി ഇത് പറയേണ്ട കാര്യം അല്ലെങ്കിൽ ഒന്നും നമുക്ക് ഇല്ല. നമ്മള് കുഞ്ഞാറ്റയെ ഒരു തവണയാണ് നമ്മുടെ വീട്ടിൽ വന്നത്, ഒരു തവണയാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. അല്ലാതെ പക്ഷെ ഒത്തിരി വർഷമായിട്ട് പരിചയമുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ കുറെ നാൾ കഴിഞ്ഞപ്പോ തൊട്ട് നല്ല പരിചയവും നല്ല ബന്ധവും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇന്നത്തെ ഒരു വിഷയം, അവളെടുത്ത ഒരു തീരുമാനം നല്ലതാണെന്ന് 100% അവളുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കും. അതിന്റെ പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ നിൽക്കും. നേരിട്ട് അനുഭവമുണ്ട്. അതുകൊണ്ട് കുഞ്ഞാറ്റയുടെ കൂടെ 100% നമ്മൾ നിൽക്കും. ഞാൻ ആരുടെയും ഫാമിലി ലൈഫിൽ കയറി സംസാരിക്കുന്നതല്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് പെട്ടെന്ന് ഞാനിപ്പോ ഈ ക്വസ്റ്റ്യൻ കാണുന്നത്, അപ്പൊ അതാണ് ഞാൻ വല്ലാണ്ടായിപ്പോയെ. കാരണം നമ്മൾ ഇനിയിപ്പോ ആൾക്കാർ പറയും നിങ്ങൾ എന്തിനാണ് അവരുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതെന്ന് വിചാരിക്കും. കുഞ്ഞാറ്റയുടെ വിഷമം നമ്മൾ നേരിട്ട് കണ്ട് നമ്മൾ അവളുടെ ഒപ്പം ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഒരു തവണ അവള് വന്നുള്ളൂ. അന്ന് നമ്മൾ അവളുടെ കൂടെ ഇരുന്ന് അത് ജർമ്മൻ ഭാഷ ഇവിടെ വന്ന് എക്സാം എഴുതാൻ വേണ്ടി വന്നാണ്. അവള് 3ാമത്തെ 4ാമത്തെ ട്രൈ ആയിരുന്നു. കുഞ്ഞാറ്റയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് കഴിവുള്ള ഒരു കൊച്ചാണ്. അവള് ജീവിക്കാൻ പഠിച്ച ആളാണ്. അതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാള് ഇവിടെ വന്നു. നമ്മളിവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനും കുഞ്ഞുങ്ങളായിട്ട് അവള് ഒന്ന് ഫ്രീ ആയി ഇവിടെ വന്നിട്ട് കടയിൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് അമലേട്ടാ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ വീട്ടിലോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് അവൾ പോയി. അന്ന് നിങ്ങൾ ആ വ്ലോഗ് കണ്ടായിരുന്നു വിചാരിക്കുന്നു കേട്ടോ, കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഇവിടെ വീട്ടിൽ വന്നു. അവള് കുറെ നേരം ഹാപ്പി ആയിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു. മിക്കുവിനെ അന്ന് അവിടെ അമലുണ്ട് അവിടെ വീട്ടില്, പെരുമ്പാവൂരില്ലേ ഒരു താമസിക്കുന്നത്, പെരുമ്പാവൂരെടുത്ത് അവിടെ അമൽ അവരുടെ വീട്ടിലുണ്ട്. പക്ഷെ കുഞ്ഞിനെ നോക്കണേല് വേറെ അപ്പുറത്തുള്ള ചേച്ചി നോക്കണായിരുന്നു. അവരുടെ താമസിച്ചതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു മുസ്ലിംസ് ആണ് അവരാണ് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വന്നേക്കുന്നത്. കാരണം ആ കുഞ്ഞ് അവിടെ ഭയങ്കര, അവിടുത്തെ ഒരു പെങ്കുച്ചുണ്ട്, അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്.
അങ്ങനെ അവിടെ വന്നിട്ട് നമ്മൾ വിളിക്കുന്നൊക്കെ കണ്ടു. മിക്കു കഴിച്ചോ, മിക്കു ഇത് ഭയങ്കര അത് അവള് ഫുൾ ടൈം ആ കുഞ്ഞിന്റെ കാര്യമായിരുന്നു വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരും, അതായത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, അമ്മ അവിടെ ഇല്ലാത്ത സമയത്ത് ആ കുഞ്ഞിനെ പൊന്നു പോലെ അവരവിടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, നോക്കുവാ, കുഴപ്പമില്ല, എത്ര നേരം വേണേലും അവർ നോക്കിക്കോളും. അതെ അതെ. അപ്പം അങ്ങനെ ഇരുന്ന് സംസാരിച്ച് വന്നു. ഇതിനൊക്കെ മുമ്പ് ഒരു സംഭവം നടന്നു. കടയിൽ ചെന്നപ്പോഴത്തേക്കും ഈ വ്യക്തി ഹസ്ബൻഡ് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ പെട്ടെന്ന് ഇവിടെ കണ്ണെല്ലാം നിറഞ്ഞ്. കണ്ണ ഞാൻ ചോദിച്ചു എന്നാ മോനെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ കയ്യിലോട്ട് ഫോൺ തന്നു. അപ്പോൾ ഞാൻ ഫോണ് ചെവി വെക്കുകയും തെറിയാ അവളെ വിളിച്ചത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എടാ ഞാൻ അമല, അവള് വീട്ടിലോട്ടൊന്ന് വരുക, വീട്ടിലോട്ട് വന്നിട്ട് ഇപ്പൊ തന്നെ അവള് തിരിച്ചു പോരും. അതായത് നീ എപ്പോഴാടി തിരിച്ചു പോരുന്നതെന്നാണ് വാങ്ങിയത്. അതായത് അമ്മാതിരി തെറിയ വിളിച്ചത്. അത് ഞാൻ നേരിട്ട് ഞാൻ അറിഞ്ഞു, ഞാൻ ഇവിടെ അടുത്ത് വന്ന് പറഞ്ഞു. അത് അവള് കേൾക്കുകയും ചെയ്തു. അവക്കും വല്ലാണ്ടായി, എന്റെ ചെവിയിലായി പോയി ഫോണ്. പെട്ടെന്ന് ഞാൻ അതായത് സംസാരിക്കാവോ, ഞാൻ വീട് വരെ വരുന്നു അങ്ങ് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴേ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് അവള് വീട്ടിൽ വന്നത്. അതുകൊണ്ടാണ് ആ ഒറ്റ കാരണത്തല്ലേ. അവള് ആരുടെയും കുറ്റം പറയത്തില്ല, അവള് എവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ ആ ഒരു കാരണം നമ്മളെ തെറി ഞാൻ കേട്ടുകൊണ്ട് മാത്രം ആ വീട്ടിൽ വന്നിരുന്നിട്ട് അവള് നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അത്രയും കരഞ്ഞ് വിഷമിച്ചാ പോയത്. ഭയങ്കര വിഷമിച്ചാ പോയത്. നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കാണുന്ന പോലെ അല്ല. അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെയാണ് തിരിച്ചു പോയത്. നമുക്കറിയാം എന്തൊക്കെയാണ്, എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാവരും കാര്യം അറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. പക്ഷെ ആ പെങ്കൊച്ചിന്റെ കൂടെ നമ്മൾ നിന്നേ പറ്റുള്ളൂ. അമ്മാതിരി ഒരു പാവമാണ് അത് ഇപ്പൊ കുഞ്ഞിനെ ഇട്ടിട്ട് ഇവിടുന്ന് പോയി പഠിക്കാൻ പോയേക്കുന്ന. അവള് രാവിലെ 4 മണി 3 മണി ഒക്കെയാണ് വർക്കിന് പോയിക്കൊണ്ടിരുന്നത്, ഈ മറ്റേ ബ്യൂട്ടീഷ്യന്റെ പരിപാടിക്ക്. അപ്പം അത് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെന്ന്, സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചതും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം, ഡീറ്റെയിൽ ആയിട്ട് അറിയാം. പക്ഷെ എന്താ, അവള് മിടിക്കുക, അവള് രക്ഷപ്പെടും. ഇനി ജീവിതത്തിൽ അവൾ ഉറപ്പായിട്ടും രക്ഷപ്പെടും. ആരുടെ ലൈഫിൽ കയറിയ അഭിപ്രായം പറഞ്ഞതല്ല, നമുക്ക് അറിയാവുന്ന കാര്യം. ഇപ്പൊ ഞാനിപ്പോ എന്റെ അനിയത്തിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമോ? അല്ലെ എന്റെ വീട്ടിൽ സംഭവിച്ചവരായിട്ട് ഇപ്പം ആരെങ്കിലും പറഞ്ഞു വീഡിയോ ഇട്ടതിന്റെ ഭാഗമായിട്ട് പറയുന്ന പോലെ പറഞ്ഞ കാര്യമല്ല പറഞ്ഞേക്കുന്നത്. ഇവിടെ ഇപ്പൊ അഭിപ്രായമല്ല, നമുക്ക് നേരിട്ടുണ്ട അനുഭവം ആണ്. കാരണം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, അച്ഛൻ നേരിട്ട് കേട്ടാണ്. അതിനോട് അവള് അല്ലാതെ പറയുകയും ചെയ്തു. അതെന്നാന്ന് വെച്ചാൽ എന്നാന്നറിയോ, ഞാന് ഇവരെ രണ്ടുപേരെ നേരത്തെ ഇങ്ങോട്ട് വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഒരു മനസ്സിലൊരു സ്നേഹം ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്നെ പോലെ ഒരാൾ, അല്ലെങ്കിൽ നല്ല ഒരു കമ്പനി വിടാൻ പറ്റുന്ന ഒരാൾ വേറെ അവിടെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ച ഒരാളുടെ ഭാര്യനെ ഇപ്പം ഞാൻ ഇവിടെ അടുത്ത് ദേഷ്യപ്പെടും, ഓക്കെ. പക്ഷെ ഒരിടത്ത് പോയി, അതും എക്സാം എഴുതാൻ വന്നതിന്റെ പേരില്ല, ആളുടെ അടുത്ത് പോലും അല്ല കുഞ്ഞിനെ ഏൽപ്പിച്ചേക്കുന്നേ. ആളെ ഫ്രീ ആയിട്ട് വിട്ടേക്കുക, ഇഷ്ടത്തിന് വിട്ടേക്കുക. എന്നിട്ടും അത്രയും ടോക്സിക് ആയിട്ട് ഒരു തെറി വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല, എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പം എന്തുവാണ് ആ കൊച്ചു അനുഭവിക്കുന്നതെന്നും എത്ര ടോർച്ചർ, എത്ര നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, ഓക്കെ. അത് അവര് പറയുന്നില്ല, നമ്മളും പറയേണ്ട കാര്യമില്ല. അവര് ലീഗലി പോകുന്ന കാര്യങ്ങളാണ്. കുഞ്ഞാറ്റ എന്തായാലും ഡിസിഷൻ നല്ല രീതിയിൽ എടുത്തു. ഓരോ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് ഡിസിഷൻ ലൈഫിൽ എടുക്കേണ്ടത്. അവർക്ക് പറ്റത്തില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവര് മൂവ് ഓൺ ചെയ്യുക, നല്ലൊരു ലൈഫിലോട്ട് പോവുക. ഇപ്പം വേറൊരു കല്യാണം കഴിക്കുക അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ആണെങ്കിലും അതൊന്നും ആർക്കും തടഞ്ഞു വെക്കണം. നമ്മുടെ ലൈഫ് നമ്മുടെ മാത്രം. അത് നമ്മൾ ഇനി കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണോ, ജോലിക്ക് പോകണോ, എവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മുടെ സ്വന്തം തീരുമാനമാണ്. നമുക്ക് സ്വന്തമായിട്ട് ആരെയും ഇത് ചെയ്തിട്ട് എനിക്ക് ഇനി ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു പോകല്ല. അതെ അതെ. അപ്പം 100% കുഞ്ഞാറ്റയോട് ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചപ്പോ ഒന്ന് പതറി. ഇതിന് ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ എന്താവും, നമ്മൾ അത് കയറി ഇടപെടേണ്ട കാര്യമല്ല. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ സമൂഹത്തിൽ ഒരുപാട് പേര് ഇന്നിപ്പോ ഒത്തിരി കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്നായിക്കോട്ടെ, അമ്മായിമ്മമാരിൽ നിന്നായിക്കോട്ടെ, നാത്തൂന്മാരിൽ എല്ലാവരിൽ നിന്നും ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഡിവോഴ്സ് കൊടുത്ത് മാറി നിന്ന് അവൾ സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് പഠിച്ച് നല്ലൊരു ജോലിക്ക് വേണ്ടി പൊരുതി സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട്, സ്വന്തം കുഞ്ഞിന്റെ പ്രൊട്ടക്ടറായിട്ട് ഒരു വീടിന്റെ ഗാർഡിയൻ ആയി തീരാൻ വേണ്ടിയിട്ട് അവള് അതിനൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ കൂടെ ഈ സമൂഹം 100% നിൽക്കണം. കാരണം അവളുടെ ഭാഗത്താണ് ശരി എന്ന് നമുക്കും അറിയാം. അത് സമൂഹത്തിന് ഇപ്പം അവളെ ഒരുപാട് നെഗറ്റീവ്സ് പറയുന്നവരുണ്ട്, അത് അവർ ആരും മനസ്സിലാക്കാതെയാണ് പറയുന്നത്. അപ്പം അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ 100%
ജിസ്ബിയോടൊപ്പം. ഇപ്പൊ ജിസ്ബിന്ന് അമലിന്റെ ജിസ്ബിയോ എന്ന് വെച്ചപ്പോ ആദ്യം കുഞ്ഞാറ്റ ഇച്ചായെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ എനിക്ക് അമൽ എന്നുള്ള പേര് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ജിസ്ബി എന്നുള്ള പേര് ഞാൻ കുഞ്ഞാറ്റ മോളെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന അവളെ. അല്ലാതെ എനിക്ക് അവളുടെ കറക്റ്റ് പേര് സത്യം പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടത്തില്ല കേട്ടോ. ഓക്കെ ചേച്ചി. അപ്പം അത് ആ കുഞ്ഞിന് എന്താ ഒരു ശക്തി കൊടുക്കട്ടെ ദൈവം, അത് മാത്രമേ ഉള്ളൂ. കാരണം മിക്കിപ്പോ ഉള്ളത് അത്രയും സേഫ് ആയിട്ടുള്ള നല്ല അതാണ് അവിടെ അവൻ സേഫ് ആയിട്ടിരിക്കണം നമുക്കും ആഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അതിലോട്ട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും എന്റെ ഒരു സ്വഭാവത്തിന് ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞു പോകും കേട്ടോ. അത് നമുക്ക് വേണ്ട, അവളെ അത് ബാഡായിട്ട് അഫക്ട് ചെയ്യും. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞാലും ഇപ്പൊ എന്നെ ആരും പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അതുപോലെയല്ല, അവിടെ ആ കൊച്ചിനെ അഫക്റ്റ് ആവില്ല. അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, പ്രിയ സുഭാഷ് ഹായ് ചേച്ചി. ഹായ് അപ്പു ആൻഡ് കുഞ്ചൂസ്. തുടക്കം മുതലേ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്. രക്തബന്ധത്തെക്കാൾ മൂല്യമുള്ളതാണ് സ്നേഹബന്ധങ്ങൾ എന്ന് നിങ്ങളുടെ വീഡിയോ കണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ട് ചേച്ചി. എന്റെ ചോദ്യം ഇതാണ്, അപ്പൂസ് കുഞ്ചൂസ് ലൈഫിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ ആരും കണ്ണടച്ച് വിശ്വസിക്കില്ല. നമ്മൾ കാണുന്ന ഒന്നും സത്യമല്ല. നമുക്ക് അതിന് ഒരു ഓപ്പോസിറ്റ് വശം ഉറപ്പായിട്ടുണ്ട്. അത് മനസ്സിലാക്കി തന്നവരാണ് ഓരോരുത്തരും. അപ്പൊ അത് ആ ഒറ്റ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ അല്ല, ജീവിതത്തിൽ ആ ഒരു പാഠം മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ആരും വിശ്വസിക്കില്ല. ഈ കാണുന്ന സ്നേഹം റിയൽ ആണോ എന്ന് നമ്മളൊരു 100 വട്ടം ചിന്തിക്കണം. എന്നിട്ട് അത് റിയൽ ആണെന്ന് കണ്ടാൽ മാത്രമേ തിരിച്ച് സ്നേഹിക്കാവുള്ളൂ. ഇപ്പൊ എനിക്ക് വളരെ വിശ്വാസം, അവർക്ക് എന്നെ വിശ്വാസം. കാരണം നമ്മൾ റിയൽ ആണ്, സ്നേഹിക്കുന്ന ഇതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചില സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ ഭയങ്കരമായിട്ട് കരയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇമോഷണലി ഭയങ്കര ബ്രേക്ക് ആയി പോകും. കാരണം അതെന്തുകൊണ്ടാണ് ഞാൻ അവളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, അവളെ എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ പഠിച്ച ഒരു പാഠം എന്താന്ന് വെച്ചാൽ അതാണ് കേട്ടോ. ആരെയും ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. അത്യാവശ്യം ഒരു ചെറിയൊരു ഗ്യാപ്പേലും ഇടയ്ക്ക് വെച്ചേക്ക് കേട്ടോ. നമ്മൾ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കല്, നമ്മൾ ഒത്തിരി സ്നേഹിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ വിഷമിക്കേണ്ട വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ വിഷമം ഉണ്ടാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയും. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞാണ് കുറെ അല്ലെ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. ലൈഫിൽ ഏറ്റവും സന്തോഷിച്ച മൊമെന്റ് ഇതാണ്. ലൈഫിൽ ഏറ്റവും സന്തോഷിച്ച മൊമെന്റ് എന്ന് വെച്ചാൽ കുറെ ഉണ്ട്. ഒന്ന് നമ്മളെ കെട്ടിയപ്പോൾ നന്നായിട്ട് സന്തോഷിച്ചു, 2 കുഞ്ഞുങ്ങളെ കെട്ടിയപ്പോൾ നന്നായിട്ട് സന്തോഷിച്ചു, കട വന്നപ്പോൾ നല്ല സന്തോഷിച്ചു. പിന്നെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഫേക്ക് ആയിരുന്നു, റിയൽ എന്താണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം ഒത്തിരി സന്തോഷിച്ചു. ദൈവം എല്ലാം മനസ്സിലാക്കി തരുന്നതിന്. പിന്നെ ലൈഫിലെല്ലാം നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആമിക്ക് ലച്ചുവിന് ഉമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ വേറെക്കാണ് ജെസി തോമസ്. അമ്മേ, വാവ വരാറായോ? വാവച്ചി വരും, അതെ, ഒരു ദിവസം വരും. അതായത് ഉടനെ തന്നെ വരും കേട്ടോ, അധികം വൈകാതെ വരും. അക്സ മരിയ തോമസ് 2098. അക്സ ഹായ്. ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ മുതൽ കാണുന്നതാണ്. എല്ലാരും ഫസ്റ്റ് വീഡിയോ മുതൽ കാണുന്നവർ ഇപ്പോഴും ഉണ്ട്, കുറേ പേര് കേട്ടോ. അതെ. ഇപ്പോൾ 1000K ആകാൻ പോകുമ്പോൾ അഭിമാനം തോന്നുന്നു. ഒത്തിരി സന്തോഷം. ഇതുപോലെ ഹാപ്പി ആയി മുൻപോട്ട് പോവുക. ഇതുപോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. അമൽ കുഞ്ചു തമ്മിൽ പിണങ്ങാറുണ്ടെങ്കിൽ എന്തിനായിരിക്കും? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. പിണങ്ങാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പിണങ്ങിയിരിക്കും, പക്ഷെ ഞാൻ പോയി മിണ്ടും കുറച്ച് നേരം. ഞാൻ പണ്ട് ഇവളായിരുന്നു, പക്ഷെ ഇവളിപ്പം പിണങ്ങിയിരിക്കും ഒത്തിരി നേരം. ഞാൻ പക്ഷെ പോയി മിണ്ടെങ്കിൽ നിങ്ങൾ പിണങ്ങുന്ന കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളൊക്കെ ഉള്ളു. ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്റെ മടി വന്നെങ്കിൽ ഇപ്പൊ നമ്മള്, കാരണം ഒത്തിരി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനിടയ്ക്ക് എന്തേലും കാരണം ഇവക്ക് ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. അതിനകത്ത് ഇവള് ഭയങ്കര ഇതാണ്. അപ്പൊ എനിക്കും അങ്ങനെ തന്നെയാണ്, തിരിച്ചും അത് തന്നെ ഉണ്ടാവണം. അപ്പൊ അതാണ് വിഷയം. അവിടെ മാത്രമേ ഉണ്ടാവാറുള്ളൂ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇത് ചെയ്തില്ലായിരുന്നോ, കറക്റ്റ് സമയത്ത് നീ ചെയ്തില്ലായിരുന്നോ? അവളപ്പൊ അടുത്ത ചോദ്യം ചോദിക്കും, അപ്പൊ ഇത് ചെയ്തായിരുന്നോ, ഞാൻ പറഞ്ഞ കാര്യമല്ലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടാറുണ്ട്, പിണങ്ങിയിരിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയി ചെല്ലുമ്പോൾ ഭയങ്കര ജാടയാണ്. പക്ഷെ ഞാൻ ഒതുക്കി എടുക്കും, നമ്മളെ വളച്ച് നമ്മൾ മെരുക്കി എടുത്തു. അപ്പൊ ഞാൻ പറയും, ഞങ്ങൾ മുഖത്തോട്ട് നോക്കിയോണ്ട് ഞാൻ പറയും ചിരിക്കുന്നുണ്ടോ, എന്നാ പിന്നെ ചിരിക്കാതെ എന്നെ നോക്ക് ചിരിക്കാതെ നോക്കടി. ഇങ്ങനെ പറയാതെ ഈ ഒറ്റ സംഭവത്തിൽ ഞാൻ കേറി അങ്ങ് കെട്ടി അങ്ങ് പിടിക്കും. അതുകൊണ്ട് തീർന്നു കിടക്കും. അത്ര കാര്യമുള്ളൂ നമുക്കത്, അല്ല വേറൊന്നുമില്ല കേട്ടോ.
നിങ്ങളോട് ഇതിൽ കൂടുതലും ചോദിക്കാനില്ല മുത്തുമണികളെ. ഐ ലവ് യു ക്യൂട്ട് ഫാമിലി, ഐ ലീക്കി ഫാമിലി, അവിടെ ഫ്രണ്ട് ഐ ലീക്കി ഫാമിലി, ലവ് യുടാ ആവിപന്നെ ലച്ചുമുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലവ് യു ചേച്ചി, രണ്ടുപേർക്കും ഉമ്മ കൊടുത്തേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നദീറ, അപ്പു കുഞ്ചു എന്തുകൊണ്ട് വിശേഷം, ഓണക്കോടി സൂപ്പർ ആയിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും. താങ്ക് യു സോ മച്ച്. എന്റെ സെലക്ഷൻ ആയതുകൊണ്ട് എല്ലാം നല്ലതായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അശ്വതി ഷാജി 1188. ഫസ്റ്റ് കമന്റ് ഓക്കെ, ഒന്ന് റീഡ് മോർ കൊടുത്തേ. ഓക്കെ, ഫസ്റ്റ് കമന്റ് അമ്പിളി ചേച്ചിയുടെ അടുത്ത് പോകുന്ന കാര്യം എന്തായി എന്നാ പോകുന്നത്. അമ്പിളി ചേച്ചിയുടെ അടുത്ത് പോകേണ്ട ദിവസം കഴിഞ്ഞ മാസം 26 പോയിട്ട് വന്നിട്ടാണ് 3-ാം തീയതി പോകാനിരുന്നത്. അത് മറ്റേ കേസിന് പോകാനിരുന്നത് 3-ാം തീയതി. 3-ാം തീയതി ആയിരുന്നു നമ്മൾ പോകാൻ വേണ്ടി ഇരുന്നത്. അന്ന് ഇവക്ക് ഒരു വയ്യാഴിക ഉണ്ടായിരുന്നു തലേ ദിവസം, നമുക്ക് അതുകൊണ്ട് പോകാൻ പറ്റിയിരുന്നില്ല. പിറ്റേ ദിവസം ഞാന് കടയിലും നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് നമുക്ക് അത് നടന്നില്ല. ആകെ ഓണത്തിന് നമുക്ക് ഒരു ദിവസം മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ട് അന്ന് കേസ് നമ്മൾ തൽക്കാലത്തേക്ക് അവധിക്ക് വെച്ചു. നമ്മൾ അങ്ങനെ അവധിക്ക് വെക്കുന്നില്ലായിരുന്നു. നമ്മൾ ഇത്ര ദൂരമാണെങ്കിലും കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരുണ്ടാവാറില്ലായിരുന്നു. പല ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചിങ്ങി പോരുക ചെയ്യാറ്, ജസ്റ്റ് കയറിയിട്ട്. അപ്പൊ ഈ പ്രാവശ്യം നമുക്കൊരാവശ്യം വന്നുകൊണ്ട് പിന്നെ വയ്യാഴിക കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം അവധി എടുത്തു കേട്ടോ. അത് നമുക്ക് വരുന്ന കോടതിയിൽ നിന്ന് വരുന്ന ഒരു ഇതാണല്ലോ, അപ്പൊ നമുക്ക് അവധി എടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ചെറിയൊരു അവധി എടുത്തു. ഓക്കെ, അത് അന്നേരമായിരുന്നു അമ്പിളിച്ചേച്ചി എടുത്ത് പോകാനിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓണം കഴിഞ്ഞിട്ടാണ്, ഓണം കഴിഞ്ഞിപ്പം ആണ് ഇനി അമ്പിളിച്ചേച്ചി എടുത്ത് പോകേണ്ടത്. ഞാൻ അമ്പിളിച്ചേച്ചിയോട് അന്ന് നമ്മൾ ഡൽഹി പോയിട്ട് വന്നപ്പോഴേ മേസ്ത്രി ആയിട്ട് മെസ്സേജ് ഇട്ടിരുന്നു. അവിടെ എസ്റ്റിമേറ്റ് എല്ലാം മേടിച്ചു. അപ്പം പിന്നീട് സംസാരിച്ചു. അപ്പൊ അവിടെ പുള്ളിക്കാരനാണെങ്കിൽ 2 വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഓൾറെഡി. അപ്പം ഓൾറെഡി ആദ്യം ഒരു മേസ്ത്രി വർക്ക് ചെയ്ത വർക്കാണ് ഈ പുള്ളിനെ ഏൽപ്പിച്ച്, പുള്ളിയാണ് ബാക്കി വേണ്ടത്. ഇനി ഒരാളിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, അപ്പം പുള്ളി തന്നെ ചെയ്യണം. അപ്പൊ ആ 2 വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ തന്നെ ഇടുക്കിയിൽ ഉച്ച കഴിഞ്ഞ ശേഷം നല്ല മഴയാണ്. അത് നമ്മൾ ഇവിടെ മഴയില്ലെങ്കിലും അവിടെ മഴയുണ്ട്. മിനിങ്ങാന്ന് നമ്മൾ ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മിനിങ്ങാന്ന് ഓണം കഴിഞ്ഞ് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി വീട് പണി നമുക്ക് എത്രയും പെട്ടെന്ന് ആരംഭിക്കണം ബാക്കി പരിപാടി. ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാനും തുടങ്ങിയിട്ടുണ്ട്. മോനെ അപ്പൂസെ മഴയായിരുന്നു, അതാ ഞാൻ വിളിക്കാതെ. ഞാൻ ഓടി ഇട്ടേക്കാം കേട്ടോ, നിങ്ങൾ ഇവിടെ സൈഡിൽ ഇട്ടേക്കാം. മഴയായോണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം മഴയല്ലേ, ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പം കടയിൽ മറ്റേ ചേട്ടൻ നിന്നാൽ മതിയോ? മറ്റേ പെങ്കൊച്ച് പോയോ? ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ മഴയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഴുത വെച്ച് വേണേൽ പണിയാം, പഴുത കെട്ടി പണിയാം. പക്ഷെ എന്ന് വെച്ചാൽ ലിമിറ്റഡ് അല്ല പണി നടക്കുള്ളൂ. ഒരു പകല് ചെയ്യേണ്ട, അത് അല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്ത് ചെയ്യേണ്ട പോലെയല്ല, പണി കുറച്ചുകൂടെ ലാഗാവും. നമുക്ക് പണിക്കൂലി നഷ്ടമാവും. പണിക്കൂലി തന്നെ 1,60,000 രൂപ അടുത്ത് ആണ് നമുക്ക് കളക്ട് ചെയ്ത ഒരു പൈസയോടെ പണിക്കൂലി തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോൾ മഴയുടെ കൂടെ ആകുമ്പോഴത്തേക്കും എന്താവും, നമുക്ക് അതൊന്നും നടക്കത്തില്ല. പഴുത കെട്ടിയുള്ള ഒരു പണി നമുക്കത് നടക്കുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് ഈ ഒരു വീക്കിൽ തന്നെ കറക്റ്റ് ഒരു അപ്ഡേഷൻ ഉണ്ടാവും കേട്ടോ, അതിൻ്റെ ഒരു കറക്റ്റ് കാര്യങ്ങൾ. അതാണ് ചേച്ചിയുടെ ബാക്കി കാര്യങ്ങൾ. പിന്നെ അവരുടെ ആ ഒരു ഗഡു കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്, അതായത് ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് വാർക്കിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ അതുകൂടെ ഒന്നിച്ച് കിട്ടുവാണെങ്കിൽ നമ്മുടെ അതുകൂടെ ഒന്നിച്ച് ചെയ്യാറുണ്ട്. നിങ്ങൾ എല്ലാവരും സഹായിച്ചാത്തതുകൊണ്ട് ഒരു എന്താവുമെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം അതും കൂടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചല്ലേ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരുമിച്ച് എടുത്തൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ചെയ്യാൻ പറ്റിയെങ്കിലും അറിയില്ല നമുക്കൊന്നും. നമുക്ക് വീഡിയോനെ കുറിച്ച് എസ്റ്റിമേറ്റിനകത്ത് പണിക്കൂലി തന്നെ അത്രയുമാണ് വരുന്നത്. വാർക്കിക്ക് ചോദിച്ചോട്ടോ, നമുക്ക് പെട്ടെന്ന് ഒരു എസ്റ്റിമേറ്റ് വാർക്കിന് തന്നെ 80 രൂപ പണിക്കൂലി വന്നേക്കുന്നത്. പണിക്കൂലി മാത്രമല്ല, അങ്ങോട്ടുള്ള ലോഡിങ്, സാധനങ്ങൾ കയറ്റുന്നത്, അട്ടമുട്ട, അതിന്റെയൊക്കെ വാടക എല്ലാം കൂടിയാണ് വരുന്നത്. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം എക്സ്ട്രാ, അത് 2 മേളിലെങ്ങാനുണ്ട് മൊത്തം. അപ്പൊ കിട്ടിയത് വെച്ച് നമുക്ക് പറ്റുന്ന അത്രയും ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് പിരിവെടുത്ത പൈസ അത് കറക്റ്റായിട്ട് എത്രയുണ്ടോ അത് വെച്ച് കറക്റ്റ് ഇപ്പൊ ചെയ്തു കൊടുക്കുക. ആ കൂട്ടത്തിൽ അവരുടെ പൈസ വരുവാണെങ്കിൽ വർക്ക് കൂടെ ചെയ്യാം എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ സബിൻ ചേട്ടന് സുഖമല്ലേ? ഇപ്പൊ കാണാറല്ലോ. സബിൻ മിനിഞ്ഞാന്ന് ഇവിടെ വന്നിട്ട് അവനൊരു ടാക്സി ഓടിക്കുവാണ്. ആ വണ്ടി പിടിച്ചിട്ടാണ് അവൻ പോയേക്കുന്നത്. ഇപ്പൊ രാവിലെയോടെ വിളിച്ചോളൂ കേട്ടോ. നിങ്ങൾ സന്തോഷത്തോടെ മുമ്പോട്ട് ഉറപ്പായിട്ടും മുമ്പോട്ട് സന്തോഷത്തോടെ പോവാം. ശ്രീലേഖ സബ് വക്കീലെ സുഖമാണോ? എന്റെ അമ്മ സുഖിച്ചു കേട്ടോ, നന്നായിട്ട് സുഖിച്ചിട്ടുണ്ട്, സുഖമായിട്ടിരിക്കുന്നത്. ഓക്കെ, സൂര്യ സുരേഷ് അപ്പു ചേട്ടാ കുറെ വ്ളോഗ്സ് കാണാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് നിങ്ങളുടെ. ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് ഇവിടെ വരെ എത്തി, ഇപ്പോൾ ഹാപ്പി ലൈഫായി പോകുന്നു. വളരെ സന്തോഷം കാണുമ്പോൾ 2 ആളുകൾക്കും ചക്കര പോകും. താങ്ക് യു സോ മച്ച്. ഈ ബ്ലെസ്സിങ് ഒക്കെ മതി നമുക്ക്.
ഇന്നത്തെ ഒരു ദിവസം ഫുൾഫിൽ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങളുടെ ഓരോ കമന്റ്സും ഭയങ്കര വിലപ്പെട്ടതാണ്. ഒത്തിരി സന്തോഷം. രേഷ്മ ഉണ്ണിത്താൻ 17 ചിറ്റാമ്മയുടെ സർജറി കാര്യം അന്ന് പറഞ്ഞില്ലേ, അത് പിന്നെ എന്തായി, ഇപ്പൊ ഓക്കെ ആയോ ചിറ്റാമ്മ? പിന്നെ ആവശ്യം ലക്ഷ്യപ്പെടണം. അത് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചിറ്റാമ്മയുടെ സർജറി എന്തുകൊണ്ട് നടത്തിയില്ല എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ടാണ് സത്യം പറയുന്നത് നടത്താഞ്ഞത്. കാരണം ഈയിടെ ആണെങ്കിലും എൻ്റെ ഒരു ഇതിന്റെ സർജറിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ ഇഷ്യൂ മരുന്ന് കഴിച്ച് ഇത്തിരി മാറിയിട്ടുണ്ട്. പക്ഷെ സർജറി ആവശ്യമാണ്, എനിക്കും എൻ്റെ സർജറിയും ചെയ്യണം. അപ്പൊ അന്നും ഡോക്ടറിന്റെ അടുത്ത് പോയി കണ്ടപ്പോഴത്തേക്കും പറഞ്ഞത് 50-50%, അതായത് 50 ആണ് തരുന്നത്. അത് അത്രയും പോലും ഉറപ്പ് വരാൻ പറ്റൂല, പ്രായം അത്ര ആയതുകൊണ്ട്. ഈ അനസ്തീഷ്യ എടുക്കുമ്പോഴത്തേക്കും കാർഡിയാക് അറസ്റ്റ് വരാനായിട്ട് ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര റിസ്കിയാണ്. അപ്പൊ ആ ഒരു റിസ്ക് എടുത്ത് പിന്നെ ഇവിടെ ഫാമിലി എല്ലാവരും കുറെ പേര് പറഞ്ഞു സർജറി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കൊരു ചെറിയൊരു അമ്മയോട് ഒന്നും അല്ല ചോദിക്കുന്നത്, എന്നോടാണ് കൂടുതലും പേര് ചോദിക്കാറ് കൊണ്ട് ചെയ്യിക്കണോ വേണ്ടല്ലോ, ഇപ്പൊ വെല്ലുമിച്ച് നടക്കുമല്ലേ, നടക്കുന്നുണ്ടല്ലോ, എനിക്ക് നടക്കുന്നുണ്ടല്ലോ, സംസാരിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, എല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര ടെൻഷനായി നമ്മള്. കാരണം നമ്മളിപ്പോ ഒരു 7-8 പ്രാവശ്യം പോയി ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് ടെസ്റ്റുകളെല്ലാം എടുത്തു. കഴിഞ്ഞ ദിവസം പോയാൽ ശുമ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഡോക്ടറോട് സംസാരിച്ചു. അപ്പൊ പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്ന ചെയ്യണമെന്നാണ്. അപ്പൊ പിന്നെ നമുക്കൊന്ന് ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ചുകൂടെ ഇതാവണം, എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന് ചെയ്യും. കാരണം ഇടയ്ക്കിടയ്ക്ക് എല്ലാം വരുന്നുണ്ട് വേദന. അത് കെട്ട് വീണ് കഴിഞ്ഞാൽ അത് ഇച്ചിരി പ്രശ്നമാണെന്ന് പറഞ്ഞ് രണ്ടും പ്രശ്നമാണ്. ചെയ്താലും പ്രശ്നമാണ്. അതെല്ലാ ഡോക്ടേഴ്സും. പക്ഷെ ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു കിട്ടിയാൽ കുഴപ്പമില്ല. എന്തെങ്കിലും പറ്റിപ്പോയാലും എന്നുള്ള പേടി കാരണമാണ് ചെയ്യാത്തത്. പക്ഷെ ഇപ്പം ചെയ്യാതിരുന്നാലും പ്രശ്നമാണ്. ഇപ്പം 5 ദിവസമായി ശശികുമാർ സാറ് ഇവിടെ ENTയുടെ ഇയർ ബാലൻസിന്റെ വിഷയം വന്നിട്ട് കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും സാറ് പറഞ്ഞു ചെയ്യണം, മസ്റ്റായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ അതും ലൈഫിന് പ്രശ്നമാണ്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. അതെ. അപ്പം ചെയ്യാന്ന് തന്നെ വിചാരിക്കുന്നു. പക്ഷെ ആള് സേഫ് ആയിട്ട് കിട്ടും, സ്ട്രോങ് ആണ് ആള്. പക്ഷെ ആ ടൈം എല്ലാരും പറയുന്ന പണ്ട് ഞാനാണെങ്കിൽ 2 സർജറി അപ്പൻഡിക്സ് ഓവറിസിനും ചെയ്ത അന്ന് ഞാൻ ചെയ്യണം. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് റിസ്ക് ആയിരുന്നു, അപ്പൻഡിക്സിന്റെ പൊട്ടുന്ന സിറ്റുവേഷനിലായിരുന്നു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെയ്താൽ എടുത്തോളൂ, ഞാൻ ഭയങ്കര കോൺഫിഡൻസ്. പക്ഷെ അവസാനം എത്തുമ്പോൾ എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്ക് എത്തുമ്പോൾ നമ്മുടെ ആരൊക്കെ എന്തൊക്കെ സപ്പോർട്ട് വരണം എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധൈര്യം അങ്ങ് ചോർന്നു പോകും, മൊത്തത്തിൽ ഇതായി പോകും. പിന്നെ BP ലോ ആകും. അതൊക്കെ എല്ലാം അത്ര ആരോഗ്യമുള്ളവർക്കും ഇതാവും എന്നാ പറഞ്ഞത്. ആണുങ്ങൾക്കൊക്കെയാണ് നല്ല റിസ്ക് ആണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പേടിയുണ്ട്. അങ്ങനെയാണ് തീരുമാനിച്ചത്. അടുത്ത ദിവസം ആണെന്ന് തോന്നുന്നു. കഷ്ടപ്പാടിൽ കൂടെ നിന്നത് ആരാണ്? കുഞ്ചൂസിന്റെ ഫാമിലി ഒഴിച്ച് പുറത്തുനിന്ന് ഒരാളുടെ പേര് പറയും. ഈ പുറത്തുനിന്ന് ഇപ്പൊ പറയണ ഒരുപാട് പേരില്ലേ, നിങ്ങൾ ഓരോരുത്തരും ഇല്ലേ? കാരണം അത് പേരെടുത്ത് പറയാൻ ഒത്തിരി പേരുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് പേരുടെ പേര് എന്റെ മനസ്സിൽ വരുന്ന പെട്ടെന്ന് പറയാം. ഇപ്പം എനിക്ക് കടമായിട്ട് തുടക്കത്തിൽ തന്നവരുടെ കാര്യമായിട്ടാ പറയുന്നത്. അല്ലെങ്കിൽ മാനസികമായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എന്റെ ഒരു ബാഡ് സിറ്റുവേഷനിൽ എന്നെ ആശ്വസിപ്പിച്ചിട്ടുള്ള കുറച്ച് പേരുടെ പേര് പറയാം. ഒന്ന് റൂബിയമ്മ ബോബിച്ചായൻ, അതായത് അനിയനാണ് ഇവിടെ നാട്ടില്. അപ്പം 50,000 രൂപ ഒരു സാഹചര്യത്തിൽ എനിക്ക് കടം തന്നു. 1 മാസം കൊണ്ട്. ഞാൻ 1 മാസം കാലാവധി എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുത്തു. അപ്പൊ അതാണ് എന്റെ അന്ന് ആദ്യത്തെ ഒരു കട എനിക്ക് അതായിരുന്നു. പിന്നെ രമ്യ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ചേച്ചി 1 ലക്ഷം രൂപ കടം തന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അത് 5 മാസം 6 മാസം കണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. 3 മാസമായിരുന്നു പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കത് 6 മാസം കൊണ്ട് കണ്ടാണ് കൊടുത്തു തീർക്കാൻ പറ്റിയിരുന്നത് കേട്ടോ. അപ്പം രമ്യ ചേച്ചി ഞാൻ ഓർക്കുന്നു. ചേച്ചി ഇപ്പം പുറത്ത് അവർ വീടൊക്കെ മേടിച്ചു സ്വന്തമായിട്ട്. ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ സ്ട്രഗിൾ ചെയ്ത് വന്ന് രക്ഷപ്പെട്ട് അവിടെ പോയി സ്ഥലം മേടിച്ചു, ബെൻസ് കാർ മേടിച്ചു, വീട് വെക്കുന്നു. അപ്പം ആ ചേച്ചിയുടെ പേര് ഉറപ്പായിട്ട് ഓർക്കും. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. കാരണം പൈസ അങ്ങനെ കടം തന്ന മാത്രമല്ല, മാനസികമായിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് തരികയും ചെയ്തത്. പിന്നെ ആൻ ചേച്ചി ഞാനിപ്പോ ഇപ്പോഴും കടം വീട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ സ്ഥലത്തിന്റെ മേടിച്ച സമയത്ത് കുറച്ച് പൈസ മേടിച്ച പെട്ടെന്ന് കുറച്ച് പൈസ മേടിച്ചാണ്. പ്രതീക്ഷിക്കാൻ നമ്മൾ പറഞ്ഞതിനേക്കാളും മുന്നേ കൊടുക്കേണ്ട വന്നു. അപ്പൊ അങ്ങനെ കൊടുക്കാനായിട്ട് ഉണ്ട്. ചേച്ചിക്ക് കുറച്ചുകൂടെ പൈസ കൊടുക്കാൻ വേണ്ടി 70 രൂപ അടുത്തുകൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം തീർത്ത് 2 ലക്ഷം ആയിരുന്നു, അത് ബാക്കി കൊടുക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് കടങ്ങൾ തന്നു വരും. അതായത് അവര് പക്ഷെ എന്നെ പൈസ അല്ല മാത്രമല്ല തരിക, മാനസികമായിട്ട്, അതായത് സ്വന്തം അനിയനായിട്ട് കണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് ഓരോ നമുക്ക് വിഷം വരുമ്പോഴും നമ്മളെ ആശ്വസിപ്പിച്ച്, മനസ്സിലായോ? അപ്പൊ അത് അങ്ങനെ ലീന ചേച്ചി, അങ്ങനെ ഒത്തിരി പേരുണ്ട്.
നമ്മള് ഇവരുടെ അടുത്തൊന്നും പൈസ മേടിച്ചിട്ടില്ല കേട്ടോ, ഇതെല്ലാം കടം നമ്മൾ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നവരാണ് കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കല്ലേ. ഇപ്പോഴും മേടിച്ചു അങ്ങനെയല്ല ഉദ്ദേശം, കുറെ നാള് മുന്നേ മേടിച്ചാണ് ഓരോരുത്തരെ വീട്ടിൽ. പിന്നെ ആൻചേച്ചിയുടെ റീസണിലായിട്ട് മേടിച്ചാണ് കേട്ടോ. പിന്നെ മെന്റലി സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട്. അതെ, അപ്പൊ ഒത്തിരി പേരുണ്ട്. പേര് പറയാനായിട്ട് സാധിക്കില്ല, കാരണം അതുപോലെ ആൾക്കാരുണ്ട്. സന്തോഷ് ചേട്ടൻ, അയ്യോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് സന്തോഷ് ചേട്ടൻ. കാരണം എനിക്ക് എന്താന്ന് വെച്ചാല് നമ്മുടെ കട സ്റ്റാർട്ടിങ്ങിലൊക്കെ വെച്ചിട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ സന്തോഷ് ചേട്ടൻ. അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ തുടക്കത്തില്, ചാനലിന്റെ തുടക്കത്തിൽ ഒരു അമ്മാമ്മ, പിന്നെ കുറേ പേര്. അന്നൊക്കെ നമുക്ക് കടമായിട്ടൊന്നും അല്ല, ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. കാരണം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവർ ഉയർന്നു വരണം എന്ന് ആഗ്രഹിച്ച്. പിന്നീട് നമുക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊന്നും മേടിക്കാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു നിമിഷത്തിൽ നമ്മൾ ആരോടും പിന്നെ ഒന്നും മേടിക്കത്തില്ലായിരുന്നു. കാരണം അത് വേണ്ട, കാരണം അതൊരു മോശമാണ്. നമുക്കൊരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന പോലെ അല്ല. നമുക്ക് എന്തെങ്കിലും ആയി കഴിയുമ്പോൾ നമ്മളെക്കാളും ഇല്ലാത്തവരുണ്ട്, അപ്പൊ അവർക്കാണ് കൊടുക്കേണ്ടത്. ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്, ഒത്തിരി മനുഷ്യരുണ്ട്, നല്ലവരായിട്ടുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കും ചെയ്യാൻ പറ്റുന്നത്. പുറത്ത് നമ്മളും ചെയ്യണം എന്നൊരു തോന്നൽ വന്നതും ചെയ്യാനും ഒക്കെ തുടങ്ങി കേട്ടോ. ഇപ്പൊ എനിക്ക് കിട്ടിയതിന് ഒപ്പം തന്നെ ഞാനും പുറത്ത് ആൾക്കാർക്കും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് സന്തോഷമാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട്, പേര് എടുത്തു പറയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. പിന്നെ മെയിനായിട്ട് കുഞ്ചുസിന്റെ ഫാമിലിയുടെ പേര് പറയണ്ടെന്ന് പറഞ്ഞു. അത് അറിയാം, നിങ്ങൾക്ക് അറിയാമല്ലോ ഇവരുടെ സപ്പോർട്ട് എന്തേലും ആണെന്ന്. അതുകൊണ്ടാണ് അത് എടുത്തു പറയാത്തത്. അതെ, അല്ല അതുകൊണ്ട് ഞാൻ പറയാനേ, ഫസ്റ്റ് എന്റെ മനസ്സിൽ വന്ന അതാ. സബിനുണ്ട് കേട്ടോ, എല്ലാ സാഹചര്യത്തിലും സബിനുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയേക്കുന്ന സബിനിൽ നിന്നാണ് കൂടുതലും കേട്ടോ. ഓക്കെ, സ്മിത അമ്പിളി ചേച്ചി വീട് പണിക്ക് ഹെൽപ്പ് ചെയ്ത വീട് വൺ ഡേ അവിടെ പോയി നിൽക്കുക. വൺ ഡേ അല്ല, ഞാൻ കുറേ ദിവസം അവിടെ പോയി നിൽക്കേണ്ട വരും. അത് ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഓക്കെ, വിസ്മയ അബീഷ്, ഞാൻ ഫസ്റ്റ് മുതൽ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാളാണ്. ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്, റിപ്ലൈ തരാറുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഇഷ്ടത്തോടെ ഒരു അനിയത്തി. വിസ്മയ മോനെ, ഹായ്. സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. റീന ബിനിൽ വീട് പണി തുടങ്ങാറായോ? അത് പറയാൻ കേട്ടോ, അത് കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ. ഓക്കെ, വിപിൻ വിത്തേ പെണ്ണമ്മ, എനിക്ക് ഫോട്ടോ കണ്ടപ്പോ പെട്ടെന്ന് അണ്ണൻ തമ്മിയിലെ അത് എന്നെ കണ്ടപ്പോഴാണോ? ഹാപ്പി ഓണം അപ്പു ആൻഡ് കുഞ്ചൻ ഫാമിലി, ബിലേറ്റഡ് ഹാപ്പി ഓണം കേട്ടോ. അടുത്ത പ്രാവശ്യം പറയാം. ഷിബി പി അച്ചൻകുഞ്ഞ്, നിങ്ങളുടെ ആദ്യ വീഡിയോ തൊട്ട് കാണുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഓൾ ഫാമിലി മെമ്പേഴ്സ്. റെനി വിനീത് ഫ്രം റിയാദ്, ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ചേച്ചി. രാജേശ്വരി, ഞാൻ ആദ്യം തൊട്ടേ വീഡിയോ കാണുന്ന ആളാണ്, എല്ലാം അറിയാവുന്ന ഒരു സബ്സ്ക്രൈബർ ആണ്. ഇപ്പോൾ എനിക്കൊരു മറ്റേൺ ടിക്കറ്റ് വേണം ആയിരുന്നു. നവംബറിൽ 2nd ഡേറ്റ്, ആലപ്പുഴ കൃപാസന അടുത്താണ് വീട്. മറ്റേൺ ടിക്കറ്റ് റേറ്റ് മോഡൽ എല്ലാം ഒന്ന് കാണിച്ചിരുന്നു. ഞാൻ നമ്പർ റിപ്ലൈ ആയിട്ടിട്ടുണ്ട്, ഒന്ന് മെസ്സേജ് ഇട്ടേക്ക് കേട്ടോ, റിപ്ലൈ തരാവേ. ബിന്ദു കോശി 302, ഹാപ്പി ഓണം, ലവ് യു, ഗോഡ് ബ്ലെസ് യു ഫാമിലി. താങ്ക് യു സോ മച്ച്. ഷീജ ദക്ഷിൻ, അപ്പു ചേട്ടാ, കുഞ്ചു ചേച്ചി, നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് തൊട്ട് കാണുന്ന ആളാണ്. എല്ലാവരും ഇതാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്, സന്തോഷം. സൂപ്പർ കപ്പിൾസ് ആൻഡ് ഫാമിലി, ലവ് യു ഓൾ. ന്യൂ മാരീഡ് കപ്പിൾസിന് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താ അനുഭവം വെച്ചിട്ട്? ന്യൂ മാരീഡ് കപ്പിൾസിനോട് എനിക്ക് പറയാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പല പൊരുത്തക്കേടുകളും വരും. കാരണം നമ്മൾ ജീവിച്ച ഒരു സാഹചര്യത്തിലായിരിക്കുമല്ല മറ്റൊരാളുടെ കൂടെ ജീവിക്കുമ്പോൾ. കാരണം നമ്മുടെ കുറേ ഫ്രീഡങ്ങൾ കാര്യങ്ങളെല്ലാം നഷ്ടമാവും. കാരണം അവർക്കാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാം നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കുമല്ല മൊത്തത്തിൽ പോകുന്നത്. അതൊന്ന് അഡാപ്റ്റ് ആയി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി ക്രൂഷ്യൽ സിറ്റുവേഷൻസിലോട്ട് നിങ്ങൾ എത്തല്ലേ. കാരണം അത് പയ്യെ നിങ്ങൾ അതിലോട്ട് അഡാപ്റ്റ് ആവും. കാരണം അവൾ പറയുന്നതിൽ ഒരു ശരിയുണ്ട്, അല്ലെങ്കിൽ അവൻ പറയുന്നതിൽ ഒരു ശരിയുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങൾക്ക് സമയം എടുക്കും, കുറച്ച് സമയം എടുക്കും. ആ സമയം വരും ഉറപ്പായിട്ടും. അതുവരെ നിങ്ങൾ ആ ജീവിതത്തിൽ പിടിച്ചു നിൽക്കണം. അതായത് അത്രയും വലിയ ഫൈറ്റ് ക്രൂഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൊക്കെയാണെങ്കിലും മാറിക്കണം. അതല്ല ഞാൻ പറയുന്നത്, ഒരു ടോക്സിക് ലൈഫ് ആണെങ്കിലും ഉറപ്പായിട്ടും മാറിപ്പോക്കണം. അങ്ങനെയല്ല, ആൾക്ക് സ്നേഹമുണ്ട്, പക്ഷെ ബാധ്യസ്ഥരായിരിക്കണം. രണ്ടുപേരും അഭിപ്രായങ്ങൾ, എന്ത് തീരുമാനം എടുത്താലും രണ്ടുപേരുടെ ഒരു തീരുമാനത്തിൽ ഫൈനൽ എടുക്കണം കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത് ജീവിതത്തിൽ നിന്ന് തോന്നുന്നു. കാരണം സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഞാനല്ലേ ഈ വീട്ടിലെ വലിയ പുള്ളി, ഞാനല്ലേ കെട്ടുവാൻ, ഞാൻ തീരുമാനിച്ചോളാം, നീ അങ്ങനെ മാറിക്ക്, അതല്ല. രണ്ടുപേരും ഇപ്പൊ എന്റെ ജീവിതത്തിൽ എന്ത് കാര്യം എടുത്താലും തുടക്കം മുതലേ അവളുണ്ട് എല്ലാ കാര്യത്തിലും. അവൾക്ക് വോയിസ് ഇല്ലാഞ്ഞ കാലത്തും ഉണ്ടായിരുന്നു, വോയിസ് ഉള്ള കാലത്തും ഉണ്ടായിരുന്നു. വോയിസ് ഇല്ലാന്ന് ഞാനാക്കിയതല്ല, അവൾ സ്വയമേ എനിക്ക് വോയിസ് ഇല്ല, ഞാൻ സംസാരിച്ച പ്രശ്നമാ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനാണ് വോയിസ് ഉണ്ടാക്കിയെടുത്തത്.
അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ അവൾക്ക് ഒരു അഭിപ്രായം ജീവിതത്തിൽ പറയാനായിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഭാഗത്ത് ഒരു ഭർത്താവുന്ന രീതി ഒത്തിരി പോരായ്മകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാലക്രമേണ നമ്മൾ തന്നെ മാറ്റി മാറ്റി എടുത്താണ്. അവളുടെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. ഒരു കറക്റ്റ് ഒരു നല്ലൊരു ഭാര്യ അല്ലെങ്കിൽ അങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ടൈം എടുക്കും. അതൊരു കുറച്ച് വർഷം എടുക്കും. അതുവരെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഉറപ്പായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലായോ? അഡ്ജസ്റ്റ്മെന്റ് എന്നല്ല, അത് പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ള അതൊരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് ഉറപ്പായിട്ടും ലൈഫ്. കാരണം ദേഷ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അതിനകത്ത് ക്ഷമിക്കാൻ തയ്യാറായാൽ ലൈഫ് ഹാപ്പി ആയിട്ട് പോകും. നമുക്ക് നല്ല ദേഷ്യങ്ങളും വരും, നല്ല സന്തോഷ നിമിഷങ്ങളും വരും, നല്ല സ്നേഹിക്കുന്ന മൊമെന്റ്സും വരും, എല്ലാം വരും. ജീവിതം അങ്ങനെയാണ്, മനസ്സിലായോ? ഇപ്പൊ ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമുണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം മനസ്സിലാക്കി തന്നെ ജീവിക്കണം. അഭിപ്രായങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ച് തീരുമാനിക്കണം. ഈക്വൽ സ്ഥാനം പങ്കാളിയായിട്ടുള്ള വൈഫിന് കൊടുക്കണം. അവിടെ ഭാര്യയെന്നോ ഭർത്താവെന്നോ ഇല്ലാതെ രണ്ട് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിജയം ഉണ്ടാവും. ആ ലൈഫ് വിജയിക്കും. കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയാവും. അത് മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് അടി ഉണ്ടാക്കാതിരിക്കുക, അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാക്കരുത്. അപ്പൊ തന്നെ ലൈഫ് സെറ്റാവും, അല്ലേ? അതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞു പോയ നമ്മൾ കുറെ വഴക്കുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫൈനലി അവസാനം നമുക്കൊരു തീരുമാനം വരും. എന്തിനാ വഴക്കുണ്ടാക്കി? കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുണ്ടായിരുന്നു എന്നാത്തിനാ വഴക്കുണ്ടാക്കി, എന്തിനും ഇത്ര സമയം നമ്മുടെ വെറുതെ ഒരു നെഗറ്റീവിലോട്ട് ചിന്തിച്ച് വഴക്കുണ്ടാക്കുക, കുറച്ച് കഴിയുമ്പോൾ സ്നേഹിക്കുക. അത് രസമുള്ള പരിപാടിയാണ്. വഴക്കുണ്ടാക്കി അതിൽ നേരം പിണങ്ങി മാറിയിരിക്കില്ല. അന്നേരം വരണം, ഓക്കെ ആവണം കേട്ടോ. ഓക്കെ അതാണ് പറയാനായിട്ടുള്ളത്. രേഷ്മാചന്ദ്രൻ 8907. ഹായ് അപ്പു, കുഞ്ചു സുഖല്ലേ? ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു? അപ്പുവിന്റെ ലോപടുത്തം വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ചേച്ചി. കട നന്നായിട്ട് പോകുന്നു. ലച്ചുമോളും ആമിമോൾക്കും ചക്ര ഉമ്മ. വാവിച്ചിയുടെ ജോബ് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? വാവിച്ചി സുഖമായിട്ട് പോകുന്നു. എല്ലാവരും ഒരുപാട് ഇഷ്ടം. താങ്ക് യു സോ മച്ച്. ലവ് യു ടു. ജയൻ വിജയ മോനെ, നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നോ. ഇത്രയും നല്ല ഫോട്ടോഷൂട്ട് നടത്തിയതിൽ ഏറ്റവും നല്ല ഫോട്ടോ ആയിരുന്നു എല്ലാവരുടെയും. എന്റെ മുഴുവൻ കണ്ണും നിറഞ്ഞു നിങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോൾ. ഇങ്ങനെ സന്തോഷമായി പോസിറ്റീവായിട്ട് പോകും. ഗോഡ് ബ്ലെസ് യു മക്കളെ. ചക്രം ഒട്ടും പ്ലാനിങ് ഇല്ലാതെ ചെയ്തൊരു ഫോട്ടോഷൂട്ടാണ്. പക്ഷെ അത് നല്ല ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ എടുത്ത ഫോട്ടോസാണ്. കാരണം കടയിലോട്ട് നമുക്ക് ഓടണം, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട്. അപ്പൊ അതിനിടയ്ക്ക് എടുത്ത ഫോട്ടോസാണ്. പക്ഷെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അക്ഷയ എൻവി, വാവ എപ്പോൾ വരും? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സ്നേഹം മാത്രം കേട്ടോ. അക്ഷയമോളാണ്. ഓക്കെ, വാവച്ചി സുഖമായിട്ടിരിക്കട്ടോ. വാവച്ചി ഉടനെ വരും കേട്ടോ. അധികം വൈകാതെ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തും. ഫ്ലൈറ്റിൽ ഓക്കെ, അടുത്ത ഇവിടുന്ന് പറഞ്ഞ കേൾക്കത്തില്ലല്ലോ. ഓക്കെ, അടുത്ത ബാസിം എന്നും വീഡിയോ കാണുന്ന ഒരാളാണ്. അടുത്ത ഓണത്തിന് പുതിയ വീട് ഉണ്ടാവട്ടെ. നിന്നെ എല്ലാവരും കൈവിട്ട് കളഞ്ഞിട്ടും നീ തളരാതെ മുന്നോട്ട് പോയത് നിന്റെ വിജയ അപ്പു. കുഞ്ചൂസിനെയും മക്കളെയും ചേർത്ത് വെച്ചല്ലോ. 2 മക്കളെ ഇഷ്ടമാണ്, സുന്ദരികൾ. കുഞ്ചു നല്ലൊരു ഭാര്യയാണ്. ഇപ്പോഴുള്ള ഹാപ്പി എന്നും ഉണ്ടാവട്ടെ. ലൈഫിൽ ഒന്നും ചിന്തിക്കാതെ 2 പേരും മക്കളെ നോക്കി ഹാപ്പിയായി മുന്നോട്ട് ഉറപ്പായിട്ട് കുറിച്ചാണ്. താങ്ക് യു. ജസ്റ്റിന ബ്രാ, ആമിയാണോ ലച്ചുവാണോ പാവം? ഓഫ് കോഴ്സ് ആമിയാന്നേ പറയുള്ളൂ. പക്ഷെ ലച്ചു കുഞ്ഞല്ലേ, അവൾ ഇത്തിരി കുറുമ്പുകാരൊക്കെ കൂടുതലാണ്, വഴക്കാലത്തരൊക്കെ കൂടുതലാണ്, വാശി കൂടുതലാണ്. അമ്മച്ചിന് ഇത്തിരി കൂടെ 2 വയസ്സ് മൂത്തതായതുകൊണ്ട് അതിൻ്റെതായുള്ള പക്വത അവള് കാണിക്കും. ഉണ്ട്. ലച്ചുവും പാവമാണ്. പക്ഷെ അവൾ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള വഴക്കുകൾ കാര്യങ്ങളുള്ളൂ കേട്ടോ. പാവമാണ്. 2 ഒരു മൈൻഡ് ഇല്ലാതെ തന്നെ ചെയ്യുന്നത്. ആമി അങ്ങനൊക്കെ തന്നെ ജയിക്കും. പക്ഷെ ആമി കുറച്ചുകൂടെ എല്ലാവരും നമ്മള് പ്രിയങ്ക നമ്മുടെ കടയിൽ നിന്ന് കൊച്ചിന്റെ പ്രിയങ്കയുടെ കല്യാണമായിരുന്നു. അപ്പൊ വൈകിട്ട് പോയിട്ട് തിരിച്ചു വരും, വണ്ടിയെ പോയിട്ട് വരിക. ഇങ്ങനെ വണ്ടി സംജാനാണ് നമ്മളോട് വരുന്നത്. വണ്ടി ജസ്റ്റ് ഗിയർ കണ്ടോ മാറിയപ്പോ ചെന്ന് അടിച്ചിട്ട് ലക്ഷ്മി തലടിച്ചതിന്റെ ഇവിടുത്തെ തൊലി ഇച്ചിരി പോയിച്ചു. എനിക്ക് നല്ല വേദന എടുത്തിട്ട് പറഞ്ഞിരിക്കും. ഇവള് വേറെ ആരും എന്നെ ആശ്വസിപ്പിക്കുന്നില്ല. അമ്മയ്ക്ക് അറിയാതെ അമ്മയ്ക്ക് ഞങ്ങളുണ്ട് അമ്മ കൂടെ. എന്നെ പറഞ്ഞോണ്ടിരിക്കുക ഭർത്താവിന്റെ കേൾക്കുന്നത് വിപിൻ. ഇതാ വിത്തേ പെണ്ണമ്മ അല്ലേ, പെണ്ണാമ്മ. എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോ പെട്ടെന്ന് അണ്ണൻ തമ്പി സിനിമയിൽ ഒരു സീൻ ഓർമ്മ വന്നു. രാജൻ പി ദേവചേട്ടന് ഓർമ്മ വന്നു. ദ സെയിം നാണം അതിനകത്തുണ്ടോ? അങ്ങനെ
എന്റെ ഫോട്ടോ കണ്ടിട്ടാണ് കേട്ടോ. അതാ നാണം എന്തോ നാണിക്കുന്ന സീൻ എന്തോന്ന്. ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്. അതായത് ആരഞ്ചിദേവ് മറ്റേ ഇവിടെ അമ്മാവനായിട്ടല്ലേ ലക്ഷ്മി സീൻ. ഫോട്ടോ അടുത്ത് 12AH. സുഖല്ലേ എല്ലാവർക്കും? സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അക്ഷരാജ് ഡാമ്പിളി ചേച്ചി വീണ്ടും കാര്യം എന്തായി ഓൾറെഡി ഞാനിപ്പോ പറഞ്ഞു. ഉടനെ അതായത് അടുത്ത ദിവസങ്ങളിലായിട്ട് അതിന്റെ ഒരു കാര്യം തീരുമാനമാക്കുക കേട്ടോ. ഓക്കെ. അനന്യ അനിൽ, ഹായ് അപ്പുചേട്ടൻ, കുഞ്ഞു ചേച്ചി, അമ്പിളി ചേച്ചി വീട് പണിക്ക് വീഡിയോ ഇടാ കേട്ടോ. ആവി ലച്ചു എല്ലാരും സുഖമാണ്, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. അടുത്ത ദിവസം കാശു വ്ലോഗ്സ് ആദ്യ വീഡിയോ മുതൽ കണ്ടു തുടങ്ങിയാണ് ഞാൻ. എല്ലാ ഉയർച്ചയും താഴ്ചയും കണ്ടു. അപ്പു പഠനം തുടങ്ങുന്നതിന് വളരെ സന്തോഷം. കുഞ്ഞിന് ഫാഷൻ ഡിസൈനിങ്ങിന്റെ എന്തെങ്കിലും ഓൺലൈൻ ഓർ ഓഫ്ലൈൻ കോഴ്സ് ചെയ്തൂടെ? നിങ്ങളുടെ ബിസിനസ് അത് ഉപകാരപ്പെടും. മനസ്സിലായി. എനിക്ക് ഭയങ്കര ഫാഷൻ കറക്റ്റ് ആണ്. ഞാൻ തന്നെയാണ് എല്ലാ ഡ്രസ് എല്ലാം കാണുമ്പോ ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. ആലോചിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതും വെയിറ്റിംഗ്, അതും പറയാറായിട്ടില്ല. ആതിര പ്രജീഷ് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്, കമന്റ് ഇടാറുണ്ട്, പക്ഷെ ഒന്നും റിപ്ലൈ തരാറില്ല. അതുകൊണ്ട് വീഡിയോ ഇടയ്ക്ക് കാണാറുള്ളൂ. എന്നാ എന്റെ കമന്റ്സ് റിപ്ലൈ തരാത്തത്? റിപ്ലൈ തരാത്തതല്ല, നമ്മള് കൂടുതലും യൂട്യൂബിൽ ഒത്തിരി നേരം ഇരിക്കാത്തതുകൊണ്ടാണ് റിപ്ലൈ തരാൻ വൈകുന്നത് കേട്ടോ. സോറി. ചിക്കുതിരി, ലച്ചിക്കുട്ടന്റെ ഉണ്ടക്കവളിയിൽ ഒരു ചക്കര ഉമ്മ കൊടുക്കാൻ ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? വന്നു കൊടുത്തോ? എക്സ്പ്രഷൻ ഗീവ് ലച്ചു. ആമിക്കുട്ടൻ വലിയ ചേച്ചി ആയില്ലോ. ആമിച്ചിനും പഞ്ചാരമ്മ. ലച്ചുവിന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ കവളി കഴിക്കാൻ തോന്നുന്നു. ലച്ചുമോൻ ഇത്തിരി വെയിറ്റ് കൂടുതലായിരുന്നു, അപ്പൊ അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുവാണ് കേട്ടോ. ആൾക്ക് ഡയറ്റ് കൊടുത്തു. സത്യമായിട്ട് അതെ. കാരണം ഡോക്ടർ പറഞ്ഞു ഇത്ര വെയിറ്റ് പാടില്ല, കുഞ്ഞിന് ഭാവിയിൽ അസുഖങ്ങളൊക്കെ കൊളസ്ട്രോള്, പ്രഷർ, BP ഇതൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെയിറ്റ് നല്ലപോലെ കുറയ്ക്കുവാണ്. അവർക്ക് ഈ നാൻപ്രോ സ്റ്റേജ് 4 വരെ കൊടുത്തു. അതായത് കുഞ്ഞിലെ തൊട്ട് കൊടുത്ത്, കുഞ്ഞിലെന്ന് വെച്ചാൽ ഒരു 6 മാസം തൊട്ടല്ലേ. സ്റ്റേജ് 1, സ്റ്റേജ് 1, സ്റ്റേജ് 2 ഇത് കഴിഞ്ഞിട്ട് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 കൊടുത്തു. അപ്പൊ ഓരോ വയസ്സ് കൂടുമ്പോൾ അങ്ങനെ മാറി മാസങ്ങൾ കഴിയുമ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര അഴുക്കാന്ന് ഡോക്ടർ പറഞ്ഞു, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതാണ് വെയിറ്റ് കൂടിക്കൊണ്ടിരുന്നത്. പക്ഷെ അവൾക്ക് മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് എല്ലാ രീതിയിലും അതിന്റെ ഒത്തിരി ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ഒരു വിശ്വാസം കേട്ടോ. കാരണം അതിനകത്ത് നല്ല ഇതൊക്കെ ഉണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞാൽ ഞാൻ നിർത്തിക്കോളാൻ പറഞ്ഞു, വെയിറ്റ് ഓവറായിട്ട് കൂടിപ്പോകുന്നു. അതുകൊണ്ട് ലച്ചുമോൻ ഇപ്പം സ്ലിം ബ്യൂട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത ലേഖാമ്മേ, മോനെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളൊരു പുതിയ വീട് വെച്ച് അതിൽ ചിറ്റാമ്മയും കുമാരിയമ്മയും സുരയും ഒക്കെ ആയി താമസിക്കുന്ന കാണാനാണ്. എത്ര വേഗം നടക്കട്ടെ, എത്ര വേഗം നടക്കട്ടെ. സമീറ, വാവയുടെ മാരേജ് എന്നാണ്. വാവ വരട്ടെ, നമുക്ക് കല്യാണം കഴിപ്പിച്ചു വിടാം. ഓക്കെ. ജോളി ജോസഫ്, വീടിന്റെ പണി നടക്കുന്നുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയാമേ. കുമാരിയമ്മയ്ക്ക് വിദ്യാനുഭവം, കുമാരിയമ്മയ്ക്ക് എല്ലാം കുറഞ്ഞു. നിങ്ങളെ ആദ്യം മുതൽ കാണുന്ന ഇപ്പോൾ പോകുന്ന പോലെ മുന്നോട്ട് പോകും. മുത്തുമണി ഉറപ്പായിട്ട് ഇപ്പോൾ പോകുന്ന പോലെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. റീനാവിനിൽ വീട് പണി തുടങ്ങാറായോ? പറയാവേ. ജോളി ജോസഫ്, നമുക്കും ആവശ്യയുടെ മാരേജ് നടത്തണ്ടേ? ഉറപ്പായിട്ട് നടത്തണം. അവിടെ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. 2 വർഷമായി പോയിട്ട് ഇങ്ങോട്ടൊന്നും വരുന്നുകൂടിയില്ല. അവിടെ അവർക്ക് ലീവ് കിട്ടുന്നില്ല എന്നല്ലോ. അപ്പോൾ വരും, വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ആലോചിക്കാം കേട്ടോ. റിഷ 254, ആദ്യം മുതൽ കാണുന്നത് നിങ്ങളുടെ ചാനൽ. ഞാൻ കണ്ണൂരാണ്. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ലൊരു വീട് പണി അതിൽ നിൽക്കുന്ന കാണാനാണ്. അഭിനയം കണ്ട് കണ്ണ് തള്ളണം. പിന്നെ വീട് പണിയുടെ ഓരോ അപ്ഡേഷൻ ഇടുമ്പോൾ നല്ല റീച്ച് കിട്ടും. ആ ചിറ്റാമ്മയുടെ കാലം കഴിയുന്നതിന് മുമ്പ് അത് കഴിയണം. ചിറ്റാമ്മയുടെ വലിയ ആഗ്രഹമാണ് നമുക്കൊരു വീടാകുക എന്നുള്ളത്. അത് നമ്മള് ചെയ്യും അല്ലേ? അല്ല, അങ്ങനല്ല പറഞ്ഞു. ജസ്റ്റിന എബ്രാഹാം, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാരെയും. യെസ്, താങ്ക് യു. അപ്പം കമന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് ഒരാളെ ഗിഫ്റ്റ് വിന്നറെ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾക്ക് ഇങ്ങനെ ഓടിച്ചത്, ഞാനിങ്ങനെ ഓടിക്കുവേ. ഞാൻ ഇങ്ങനെ ഏളിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മേളിലോട്ടും ഇങ്ങോട്ട് താഴോട്ടും ഇങ്ങനെ ഓടിക്കും. അപ്പൊ നീ അതിൽ നിന്ന് ഒന്ന് ഞാൻ കണ്ണടച്ചിട്ടാണ് കൈ വെക്കാൻ. നീ കണ്ണടച്ചിട്ട് വെക്കണേ. ഞാൻ ഓക്കെ. വെച്ചിട്ടുണ്ടല്ലോ. ഇല്ല, വെച്ചിട്ടില്ല. നടുക്കാ വെച്ചേക്കുന്നത്. നടുക്ക 2 കമന്റിന് നടുക്കാ വെച്ചേക്കുന്നത്. ഓക്കെ. എനിക്ക് കണ്ണടച്ചോണേ.
താഴോട്ടും പോകും മേലോട്ടും പോയി. ഞാൻ 2 പ്രാവശ്യം വായിച്ചിട്ട് കേട്ടോ. തുടങ്ങി. വന്നു. രാജേശ്വരി 6262 രാജേശ്വരി. അതെ അമ്മയാണ്. നമ്മള് പറഞ്ഞില്ലേ ഒരു മറ്റേണിറ്റിയുടെ കാര്യം ചോദിച്ചു. രാജേശ്വരി 6262 ആണ് കേട്ടോ പേര്. തന്നെ ഉണ്ട്. അമ്മയ്ക്കാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കേട്ടോ. അതായത് കമന്റ് ഇഷ്ടയിൽ ഒരാളില് പിക്ക് ചെയ്തത്. എല്ലാവരും എഴുതി എടുത്തിട്ട് നമുക്ക് സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് കുഞ്ചുത്തോട്ടെ. അപ്പൊ രാജേശ്വരി എന്ന് പറഞ്ഞ അമ്മയാണ് കുഞ്ഞൊരു ഗിഫ്റ്റ് കേട്ടോ നമ്മുടെ ഭാഗത്തുനിന്ന്. വീട്ടിലോട്ട് വരുന്നതായിരിക്കും. ഒന്ന് വാട്സാപ്പിൽ അല്ല എന്റെ നമ്പർ കിട്ടാൽ മതി കേട്ടോ. അവളുടെ ഇതിനകത്തിലുണ്ട് 88 48 65 79 61. അതിനകത്തോട്ട് അമ്മ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഒരു Q&A സെക്ഷൻ അവസാനിച്ചു. എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ആവശ്യം തോന്നും കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ Q&A ഒക്കെ ഇടാം. നേരത്തെ എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് Q&A ഒക്കെ ഇടാം. പിന്നെ എന്താ ഇനിയിപ്പോ നമുക്ക് കടയിൽ പോകണം, ഓസ്ട്രേലിയ വരെ പോകണം. അതായത് ഇവർക്ക് ഓസ്ട്രേലിയയിലോട്ട് ഒരു മറ്റേ ടിക്കറ്റ് അയക്കാണ്. നമ്മൾ ആദ്യമായിട്ട് പുറത്തോട്ട് അയക്കാൻ പോകുന്ന മറ്റേ ടിക്കറ്റ് ആണ്. അത് ഓസ്ട്രേലിയയിലോട്ടാണ്. നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ്, കൊച്ചാണ് കേട്ടോ. ആളുടെ ചേട്ടൻ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നമ്മള് പോയി എല്ലാം അന്വേഷിച്ച് മൊത്തം ഒന്ന് റെഡിയാക്കാനായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. സന്തോഷം. പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മളതവിടെ ജസ്റ്റ് ഒന്ന് ഒരുങ്ങുന്നേ ഉള്ളൂ. എല്ലാം പൂർത്തീകരിച്ചിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.